ഹായ് ഓൾ, വെൽക്കം ടു വൺസ്. എല്ലാവർക്കും KTU ക്വസ്റ്റ്യൻ പേപ്പർ സൊല്യൂഷൻ പ്രോഗ്രാമിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത് സിവിൽ എഞ്ചിനീയറിംഗിലെ ഫ്ലൂയിഡ് മെക്കാനിക്സ് ആൻഡ് ഹൈഡ്രോളിക്സ് ആണ്. ഓക്കെ, അപ്പോൾ നമ്മൾ 2019 സ്കീമിലെ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ആണ് സോൾവ് ചെയ്യുന്നത്. ഈ ഒരു സെഷനിൽ നമ്മൾ സോൾവ് ചെയ്യുന്നത് ഡിസംബർ 2022 ക്വസ്റ്റ്യൻ പേപ്പറാണ്. ഓക്കെ, അപ്പോൾ നമ്മുടെ സബ്ജക്ട് കോഡ് വരുന്നത് CET 203 ആണ്. ഡിസംബർ 2019 സ്കീമിലെ ഡിസംബർ 2022 ക്വസ്റ്റ്യൻ പേപ്പറാണ് നമ്മൾ സോൾവ് ചെയ്യുന്നത്. ഓക്കെ, നമ്മൾ ഓൾറെഡി ഫസ്റ്റ് മൊഡ്യൂളും സെക്കൻഡ് മൊഡ്യൂളും സോൾവ് ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ ഈ ഒരു സെഷനിൽ നമ്മൾ തേർഡ് മൊഡ്യൂളാണ് സോൾവ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, CET 203 ആണ് സബ്ജക്ട് കോഡ് വരുന്നത്. നമുക്കറിയാവുന്ന കാര്യമാണ്, ക്വസ്റ്റ്യൻ പേപ്പർ 3 hours ടൈമിൽ 100 മാർക്സിനുള്ള ക്വസ്റ്റ്യൻ പേപ്പറാണ് KTU സെറ്റ് ചെയ്തിട്ടുണ്ടാവുക. ഓക്കെ, അപ്പോൾ നമുക്ക് മൊഡ്യൂൾ 3യുടെ സിലബസിലേക്ക് പോകാം. മൊഡ്യൂൾ 3യുടെ സിലബസിൽ ഫസ്റ്റ് വരുന്ന ടോപ്പിക്ക് ഫ്ലൂയിഡ് കൈനറ്റിക്സ് ആണ്. ഫ്ലൂയിഡ് കൈനറ്റിക്സിൻ്റെ ഉള്ളിൽ വരുന്നത് ഫോഴ്സസ് കൺസിഡേർഡ് ഇൻ ഡിസ്ക്രൈബിംഗ് ഫ്ലൂയിഡ് മോഷൻ, ദെൻ ഡെറിവേഷൻ ഓഫ് ബെർണോളിസ് ഇക്വേഷൻ ബൈ ഇൻ്റഗ്രേഷൻ ഓഫ് യൂളേഴ്സ് ഇക്വേഷൻ അലോങ് എ സ്ട്രീം ലൈൻ, ദെൻ കൈനറ്റിക് എനർജി കറക്ഷൻ ഫാക്ടർ, അപ്ലിക്കേഷൻ ഓഫ് ബെർണോളിസ് ഇക്വേഷൻ, ദെൻ അപ്ലിക്കേഷൻസ് ഓഫ് ബെർണോളിസ് ഇക്വേഷൻ്റെ ഉള്ളിൽ വരുന്നതാണ് വെഞ്ചുറി മീറ്റർ, പിറ്ററ്റ് ട്യൂബ്, ഒറിഫൈസ് മീറ്റർ, then hydraulic coefficients of orifices and their experimental determination, then discharge through small orifice and large rectangular orifices. Next topic വരുന്നത് pipe flow ആണ്. pipe flowയിൽ വരുന്നത് computation of major and minor losses in pipes, then hydraulic gradient line and total energy line, then pipes in series, equivalent pipe, flow through parallel pipes. ഇതാണ് മൊഡ്യൂൾ 3യുടെ സിലബസ് വരുന്നത്. ഓക്കെ, അപ്പോൾ ഇതിൽ നമുക്ക് മൊഡ്യൂൾ 3യിൽ ഡിസംബർ 2022 ക്വസ്റ്റ്യൻ പേപ്പറിൽ മൊഡ്യൂൾ 3യിലെ ക്വസ്റ്റ്യൻസ് ഏതൊക്കെയാണെന്ന് നോക്കാം. ഓക്കെ, അപ്പോൾ പാർട്ട് എയിൽ നമുക്കറിയാം, പാർട്ട് എയിൽ മൊഡ്യൂൾ 3യിൽ 2 ക്വസ്റ്റ്യൻസ് ആണ് ഉണ്ടായിരിക്കുക. 3 മാർക്സിൻ്റെ 2 ക്വസ്റ്റ്യൻ ആയിരിക്കും. അത് നമുക്ക് ആ 2 ക്വസ്റ്റ്യനും സോൾവ് ചെയ്താലാണ് നമുക്ക് ടോട്ടൽ ആ ഒരു 6 മാർക്സ് കിട്ടും. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ഡിറൈവ് ദി എക്സ്പ്രഷൻ ഫോർ കൈനറ്റിക് എനർജി കറക്ഷൻ ഫാക്ടർ. ഓക്കെ, 3 മാർക്സിൻ്റെ ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ എക്സ്പ്രഷൻ നമ്മൾ ഡിറൈവ് ചെയ്യണം. കൈനറ്റിക് എനർജി കറക്ഷൻ ഫാക്ടറിൻ്റെ എക്സ്പ്രഷൻ നമ്മൾ ഡിറൈവ് ചെയ്യണം. Then next question വരുന്നത് what is a compound pipe, what will be the head loss and discharge when pipes are connected in series. 3 മാർക്സിൻ്റെ ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, അപ്പോൾ നമുക്ക് ആദ്യം ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. കൈനറ്റിക് എനർജി കറക്ഷൻ ഫാക്ടർ എങ്ങനെ ഡിറൈവ് ചെയ്യാൻ നോക്കാം. ഓക്കെ, കൈനറ്റിക് എനർജി കറക്ഷൻ ഫാക്ടർ ഡിനോട്ട് ചെയ്യണ ലെറ്റർ ആൽഫ ആണ്. ആൽഫ. ഓക്കെ, അപ്പോൾ നമ്മൾ സാധാരണ ബെർണോളിസ് ഇക്വേഷനിൽ വെലോസിറ്റി യൂണിഫോം ആയിട്ടാണ് എടുക്കുക. അതായത് ഇപ്പോൾ ഇങ്ങനെ ഒരു സെക്ഷൻ എടുക്കുമ്പോൾ അവിടുത്തെ വെലോസിറ്റി എന്ന് പറയുന്നത് യൂണിഫോം ആയിരിക്കും. അതായത് ഏത് സെക്ഷൻ കട്ട് ചെയ്താലും അവിടുത്തെ വെലോസിറ്റി വരുന്നത് യൂണിഫോം ആയിരിക്കും എന്നാണ് നമ്മൾ ബെർണോളിസ് തിയറത്തിൽ അസംഷൻ ആയിട്ട് എടുത്തിട്ടുണ്ടായിരുന്നത്. ഓക്കെ, അപ്പോൾ നമുക്കറിയാം റിയൽ ഫ്ലൂയിഡ്സിൻ്റെ കേസിൽ എങ്ങനെയായാലും വെലോസിറ്റി ത്രൂ ഔട്ട് യൂണിഫോം ആയിരിക്കില്ല, അത് വേരിയിങ് ആയിരിക്കും. അതായത് എൻസിൽ മിനിമം, സെൻറ്ററിൽ മാക്സിമം ആണ് സാധാരണ റിയൽ ഫ്ലൂയിഡ്സിൻ്റെ കേസിൽ വെലോസിറ്റി വരാം. അതായത് എൻസിൽ മിനിമം, സെൻറ്ററിൽ മാക്സിമം ആയിരിക്കും റിയൽ ഫ്ലൂയിഡ്സിൻ്റെ കേസിൽ വരാം. ഓക്കെ, അപ്പോൾ അവിടെ ഒരു കറക്ഷൻ നമ്മൾ അപ്ലൈ ചെയ്യേണ്ടി വരുന്നുണ്ട്. ബെർണോളിസ് ഇക്വേഷനിൽ ഒരു കറക്ഷൻ നമ്മൾ അപ്ലൈ ചെയ്യുന്ന വരുന്നുണ്ട്. ആ ഒരു കറക്ഷനാണ് കൈനറ്റിക് എനർജിക്ക് നമ്മൾ അപ്ലൈ ചെയ്യുന്ന കറക്ഷനെയാണ് നമ്മൾ കൈനറ്റിക് എനർജി കറക്ഷൻ ഫാക്ടർ എന്ന് പറയുന്നത്. ഓക്കെ, in the Bernoullis equation, the velocity head or kinetic energy per unit weight of the fluid has been computed on basis of the assumption that velocity is uniform. നമ്മൾ നേരത്തെ പറഞ്ഞു വെലോസിറ്റി യൂണിഫോം ആണെന്ന് പറഞ്ഞിട്ടാണ് നമ്മൾ ആ ഒരു അസംഷനിലാണ് നമ്മൾ ബെർണോളിസ് ഇക്വേഷൻ ഡിറൈവ് ചെയ്യുന്നത്. പക്ഷേ ആക്ച്വലി നമ്മൾ റിയൽ ഫ്ലൂയിഡ്സിൻ്റെ കേസ് എടുക്കുമ്പോൾ അത് അങ്ങനെയല്ല. ഓക്കെ, ബട്ട് ഇൻ ദ കേസ് ഓഫ് റിയൽ ഫ്ലൂയിഡ്സ് the velocity distribution across any cross sectional area of the flow passage is not uniform. Along any cross section the velocity of flow will be different at different points. Okay, അപ്പോൾ അങ്ങനെയാണ് ആ ഒരു കൈനറ്റിക് എനർജി കറക്ഷൻ ഫാക്ടർ വരുന്നത്. ഓക്കെ, ഇനി കൈനറ്റിക് എനർജി കറക്ഷൻ ഫാക്ടറിൻ്റെ ഇക്വേഷൻ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ദി റേഷ്യോ ഓഫ് ദി കൈനറ്റിക് എനർജി പെർ സെക്കൻഡ് ബേസ്ഡ് ഓൺ ആക്ച്വൽ വെലോസിറ്റി ആൻഡ് കൈനറ്റിക് എനർജി പെർ സെക്കൻഡ് ബേസ്ഡ് ഓൺ ആവറേജ് വെലോസിറ്റി. ഓക്കെ, അപ്പോൾ കൈനറ്റിക് എനർജി കറക്ഷൻ ഫാക്ടർ ആൽഫ ഈസ് ഈക്വൽ ടു കൈനറ്റിക് എനർജി per second based on actual V actual divided by kinetic energy per second based on V average. Okay, നമ്മൾ മുകളിൽ അതിൻ്റെ കറക്റ്റ് ഡെഫിനേഷൻ ആയിട്ട് എഴുതിയിട്ടുണ്ട്. ഇറ്റ് ഈസ് ദി റേഷ്യോ ഓഫ് ദി കൈനറ്റിക് എനർജി ഓഫ് ഫ്ലോ പെർ സെക്കൻഡ് ബേസ്ഡ് ഓൺ ആക്ച്വൽ വെലോസിറ്റി അക്രോസ് എ സെക്ഷൻ ടു ദി കൈനറ്റിക് എനർജി ഓഫ് ഫ്ലോ പെർ സെക്കൻഡ് ബേസ്ഡ് ഓൺ ദി ആവറേജ് വെലോസിറ്റി അക്രോസ് ദി സെക്ഷൻ. ഓക്കെ, അപ്പോൾ അതാണ് കൈനറ്റിക് എനർജി കറക്ഷൻ ഫാക്ടറിൻ്റെ ഇക്വേഷൻ.
ഇനി നമുക്ക് ഡിറൈവ് ചെയ്യാനാണ് ക്വസ്റ്റ്യൻ. ഡിറൈവ് ദി കൈനറ്റിക് എനർജി കറക്ഷൻ ഫാക്ടർ എന്നാണ് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ നമ്മളത് ഡിറൈവ് ചെയ്യണം. ഓക്കെ, അപ്പോൾ ഡിറൈവ് ചെയ്യാൻ ആദ്യം നമ്മൾ കൈനറ്റിക് എനർജി പെർ സെക്കൻഡ് ബേസ്ഡ് ഓൺ ആക്ച്വൽ വെലോസിറ്റി കണ്ടുപിടിക്കണം. ഓക്കെ, ദെൻ കൈനറ്റിക് എനർജി പെർ സെക്കൻഡ് ബേസ്ഡ് ഓൺ ആവറേജ് വെലോസിറ്റി, ദെൻ അതിൻ്റെ റേഷ്യോ എടുക്കുമ്പോൾ നമുക്ക് ആൽഫയുടെ വാല്യൂ കിട്ടും. ഓക്കെ, അപ്പോൾ നമ്മൾ ആദ്യം ആക്ച്വൽ കൈനറ്റിക് എനർജി പോസസ്ഡ് ബൈ ദി ഫ്ലോയിങ് ഫ്ലൂയിഡ് കണ്ടുപിടിക്കണം. ഓക്കെ, അപ്പോൾ അതിന് നമ്മളൊരു ചെറിയ എലമെൻ്ററി ഏരിയ ഡി എ കൺസിഡർ ചെയ്യാണ്. ഓക്കെ, ആ ഡി എയിൽ കൂടെയുള്ള വെലോസിറ്റി എന്ന് പറയുന്നത് സ്മോൾ വി ആണെന്ന് എടുക്കാം. ഓക്കെ, അപ്പോൾ സ്മോൾ ഏരിയ കൺസിഡർ ചെയ്തു. ഇത് ഡി എ എന്ന് പറയുന്ന ഒരു സ്മോൾ ഏരിയ ആണ്. ദെൻ അതിൻ്റെ ഫ്ലോയിങ് ഫ്ലൂയിഡിൻ്റെ അവിടുത്തെ വെലോസിറ്റി എന്ന് പറയുന്നത് വി ആണെങ്കിൽ നമ്മൾ എടുക്കുന്നത് മാസ് ഓഫ് ഫ്ലൂയിഡ് ഫ്ലോയിങ് പെർ യൂണിറ്റ് ടൈമാണ് നമ്മൾ എടുക്കുന്നത്. അതാണ് റോ വി ഡി എ. ഓക്കെ, ആ റോ വി ഡി എ എങ്ങനെ വന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ മാസ് ഓഫ് ഫ്ലൂയിഡ് പെർ യൂണിറ്റ് ടൈം, അതായത് കിലോഗ്രാം പെർ സെക്കൻഡാണ് വരുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് ജസ്റ്റ് അതിൻ്റെ യൂണിറ്റ് ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ അറിയാം സെയിം യൂണിറ്റാണ് വരാം. റോ എന്ന് പറയുമ്പോൾ ഡെൻസിറ്റി എന്ന് പറയുന്നത് മാസ് ബൈ വോളിയം ആണ്. സോ യൂണിറ്റ് വരാം ഡെൻസിറ്റി മാസ് ബൈ വോളിയം. മാസിൻ്റെ യൂണിറ്റ് കിലോഗ്രാം, ദെൻ വോളിയത്തിൻ്റെ യൂണിറ്റ് മീറ്റർ ക്യൂബ്, ദെൻ നെക്സ്റ്റ് വരുന്നത് വെലോസിറ്റി. വെലോസിറ്റിയുടെ യൂണിറ്റ് മീറ്റർ പെർ സെക്കൻഡ്, ദെൻ ഏരിയയുടെ യൂണിറ്റ് മീറ്റർ സ്ക്വയർ. ഓക്കെ, അപ്പോൾ മൂന്നും കൂടെ എഴുതുമ്പോൾ കിലോഗ്രാം പെർ മീറ്റർ ക്യൂബ് ഇൻറ്റു മീറ്റർ പെർ സെക്കൻഡ് ഇൻറ്റു മീറ്റർ സ്ക്വയർ എന്നാണ് വരിക. സോ മീറ്റർ ഇൻറ്റു മീറ്റർ സ്ക്വയർ മീറ്റർ ക്യൂബ് ആവും. ദെൻ അത് കട്ട് ചെയ്ത് പോയി കഴിഞ്ഞാൽ ആൻസർ വരുന്നത് കിലോഗ്രാം പെർ സെക്കൻഡിലാണ്. ഓക്കെ, അപ്പോൾ മാസ് ഓഫ് ഫ്ലൂയിഡ് ഫ്ലോയിങ് പെർ യൂണിറ്റ് ടൈം എന്ന് പറയുന്നത് റോ വി ഇൻറ്റു ഡി എ ആണ്. ഓക്കെ, നമ്മൾ ജസ്റ്റ് ആ ഡയമെൻഷൻസ് ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കത് മനസ്സിലാവും. ഓക്കെ, റോ വി ഇൻറ്റു ഡി എ, ഡെൻസിറ്റി ഇൻറ്റു വെലോസിറ്റി ഇൻറ്റു സ്മോൾ, ആ ഒരു എലമെൻ്ററി ഏരിയ നമ്മൾ കൺസിഡർ ചെയ്ത ഏരിയ ആണ്, എലമെൻ്ററി ഏരിയ ആണ് ഡി എ. ഓക്കെ, ആൻഡ് ദി കൈനറ്റിക് എനർജി ഓഫ് ദിസ് മാസ് ഓഫ് ഫ്ലൂയിഡ് വിൽ ബി. ഓക്കെ, നമ്മൾ മാസ് ആണ് ഈ കണ്ടുപിടിച്ചത്. ഓക്കെ, മാസ് എം ആണ്. കൈനറ്റിക് എനർജി എന്ന് പറയുമ്പോൾ ഹാഫ് എം വി സ്ക്വയർ എന്നാണ്. സോ ഹാഫ് ഇൻറ്റു നമ്മൾ കണ്ടുപിടിച്ച ഈ ഒരു മാസ് റോ വി ഇൻറ്റു ഡി എ ഇൻറ്റു വി സ്ക്വയർ. ഓക്കെ, അപ്പോൾ ഫൈനലി ആൻസർ വരുമ്പോൾ റോ ഇൻറ്റു വി എന്ന് പറയുന്നത് വി ക്യൂബ്, റോ വി ക്യൂബ് ഡി എ ബൈ 2 എന്നായിരിക്കും വരാം. ഓക്കെ, അല്ലാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ജസ്റ്റ് റോ വി ഡി എ എഴുതി, ദെൻ വി സ്ക്വയർ ബൈ 2 എന്ന് എഴുതി. ഓക്കെ, അപ്പോൾ കൈനറ്റിക് എനർജിയുടെ ഇക്വേഷൻ വരുന്നത് റോ വി ഡി എ ഇൻറ്റു വി സ്ക്വയർ ബൈ 2 എന്നാണ്. ഓക്കെ, അപ്പോൾ നമ്മളത് സ്മോൾ എലമെൻ്ററി ഏരിയയ്ക്കാണ് ഫൈൻഡ് ഔട്ട് ചെയ്തത്. ഡി എ എന്ന് പറയുന്ന ഒരു ചെറിയ എലമെൻ്ററി ഏരിയയ്ക്ക് ഫൈൻഡ് ഔട്ട് ചെയ്ത കൈനറ്റിക് എനർജിയാണ് ഇത്. ഓക്കെ, അപ്പോൾ ഫുൾ ടോട്ടൽ ഏരിയയ്ക്ക് കണ്ടുപിടിക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളത് ജസ്റ്റ് ഇൻ്റഗ്രേറ്റ് ചെയ്യണം. ഓക്കെ, അപ്പോൾ ഇൻ്റഗ്രേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഈ ഒരു ഇക്വേഷൻ എടുത്തു. റോ വി ഇൻറ്റു വി സ്ക്വയർ എന്ന് പറയുമ്പോൾ റോ വി ക്യൂബ് ബൈ 2 ഇൻറ്റു ഡി എ. ഓക്കെ, അപ്പോൾ നമ്മളതിനെ ഇൻ്റഗ്രേറ്റ് ചെയ്യുമ്പോൾ ഇത് ഇൻ്റഗ്രേറ്റ് ചെയ്യുമ്പോൾ റോ എന്ന് പറയുന്നത് അതായത് സ്പെസിഫിക് വെയിറ്റിൻ്റെ ഇക്വേഷൻ W is equal to റോ ജി എന്നാണ്. ഓക്കെ, അപ്പോൾ അതിൽ ഡെൻസിറ്റി നമുക്ക് മാറ്റിയിട്ട് W by G എന്ന് എഴുതാം. ഓക്കെ, അതാണ് ഇവിടെ W by G എന്ന് എഴുതിയത്. ഈ 2നെ പുറത്തേക്ക് എടുത്തു. സോ റിമൈനിങ് ടേംസ് വി ക്യൂബ് ഇൻറ്റു ഡി എ എന്നായിരിക്കും. അതായത് ഇൻ്റഗ്രലിൻ്റെ ഉള്ളിൽ വരുന്നത് വി ക്യൂബ് ഇൻറ്റു ഡി എ എന്നായിരിക്കും. ഓക്കെ, സെയിം ഇക്വേഷൻ തന്നെ റോ വി ഡി എ ഇൻറ്റു വി സ്ക്വയർ ബൈ 2, ആ സെയിം ഇക്വേഷൻ തന്നെ എടുത്ത് എഴുതി. വിയും മൾട്ടിപ്ലൈ ചെയ്ത് വി ക്യൂബിന് ഒറ്റൊരു ടേമാക്കി എഴുതി. സോ റോ ഇൻറ്റു വി ക്യൂബ് ബൈ 2 ഇൻറ്റു ഡി എ എന്ന് വന്നു. ഓക്കെ, അതിൽ ഡെൻസിറ്റി എന്ന് പറയുന്ന ടേമിനെ നമ്മൾ വീണ്ടും മാറ്റി എഴുതി. സ്പെസിഫിക് വെയിറ്റ് ഈസ് ഈക്വൽ ടു ഡെൻസിറ്റി ഇൻറ്റു ജി, റോ ജി എന്നല്ലേ. സോ നമ്മൾ അതിൽ നിന്ന് റോൻ്റെ ഇക്വേഷനിലേക്ക് എഴുതുമ്പോൾ W by G എന്നായിരിക്കും. ഓക്കെ, അതാണ് ഇവിടെ മാറ്റി സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തത്. റോനെ മാറ്റിയിട്ട് W by G എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. ദെൻ ഈ 2നെ നമ്മൾ പുറത്തേക്ക് എടുക്കുമ്പോൾ അതാണ് ഇവിടെ 2 വന്നിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ W by 2G ഇൻ്റഗ്രൽ ഓഫ് വി ക്യൂബ് ഡി എ എന്നാണ് നമുക്ക് ആക്ച്വൽ കൈനറ്റിക് എനർജിയുടെ ഇക്വേഷൻ വരാം. ഓക്കെ, W by 2G ഇൻ്റഗ്രൽ ഓഫ് വി ക്യൂബ് ഇൻറ്റു ഡി എ എന്നാണ് നമുക്ക് ആക്ച്വൽ കൈനറ്റിക് എനർജി പൊസസ്ഡ് ബൈ ദി ഫ്ലോയിങ് ഫ്ലൂയിഡിൻ്റെ ഇക്വേഷൻ വരുന്നത്. ഓക്കെ, ബൈ നോയിങ് ദ വെലോസിറ്റി ഡിസ്ട്രിബ്യൂഷൻ അക്രോസ് എനി ക്രോസ് സെക്ഷൻ ദി ആക്ച്വൽ കൈനറ്റിക് എനർജി പൊസസ്ഡ് ബൈ ദ ഫ്ലോയിങ് ഫ്ലൂയിഡ് ക്യാൻ ബി ഡിറ്റർമിൻ ബൈ യൂസിങ് ദി എബോവ് ഇക്വേഷൻ. ഈ ഒരു ഇക്വേഷൻ യൂസ് ചെയ്തിട്ട്, അതായത് നമുക്ക് ഈ ഒരു വെലോസിറ്റി അറിയാമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു ഇക്വേഷൻ യൂസ് ചെയ്തിട്ട് നമുക്ക് സിമ്പിളായിട്ട് ആക്ച്വൽ കൈനറ്റിക് എനർജി കണ്ടുപിടിക്കാമെന്നാണ് പറയുന്നത്. ഓക്കെ, നെക്സ്റ്റ് നമ്മൾ ആക്ച്വൽ കൈനറ്റിക് എനർജി കണ്ടുപിടിച്ചു. ആൽഫ എന്ന് പറയുന്നത് kinetic energy per second at actual velocity divided by kinetic energy per second at average velocity ആയിരുന്നു. സോ നമ്മൾ ആക്ച്വൽ വെലോസിറ്റി കണ്ടുപിടിച്ചു. ഓക്കെ, ഇനി നമുക്ക് ആൽഫയാണ് കണ്ടുപിടിക്കേണ്ടത്. ഓക്കെ, ഇതിൽ നമുക്ക് ആക്ച്വൽ കൈനറ്റിക് എനർജി പൊസസ്ഡ് ബൈ ദ ഫ്ലോയിങ് ഫ്ലൂയിഡ് ഈസ് ഓൾവേസ് ഗ്രേറ്റർ ദാൻ ദാറ്റ് ഓഫ് ദി കമ്പ്യൂട്ടഡ് യൂസിങ് മീൻ വെലോസിറ്റി. ഓക്കെ,
അപ്പോൾ നമ്മൾ ആക്ച്വൽ വെലോസിറ്റി കണ്ടുപിടിക്കുന്നത് എപ്പോഴും മീൻ വെലോസിറ്റിനേക്കാളും ഗ്രേറ്റർ ആയിരിക്കും. ഓക്കെ, അപ്പോൾ അങ്ങനെയാണ് നമുക്ക് ആ ഒരു കറക്ഷൻ ഫാക്ടർ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ അതായത് നമ്മൾ നേരത്തെ പറഞ്ഞ ആ ഇക്വേഷന് തന്നെ സിമ്പിളായിട്ട് ആൽഫ ഈസ് ഈക്വൽ ടു കൈനറ്റിക് എനർജി അറ്റ് ആക്ച്വൽ ഡിവൈഡഡ് ബൈ കൈനറ്റിക് എനർജി പെർ സെക്കൻഡ് അറ്റ് ആവറേജ്. ഓക്കെ, ഇതിൽ നിന്ന് കൈനറ്റിക് എനർജി ആക്ച്വൽ ഈസ് ഈക്വൽ ടു ആൽഫ ഇൻറ്റു ആൽഫ ടൈംസ് ഓഫ് കൈനറ്റിക് എനർജി ആവറേജ് എന്ന് നമുക്ക് പറയാമല്ലോ. ഓക്കെ, അപ്പോൾ അതായത് കൈനറ്റിക് എനർജി ആക്ച്വൽ എന്ന് പറയുന്നത് ആൽഫ ടൈംസ്, ഓക്കെ, അതിനെ മാറ്റി എഴുതുമ്പോൾ കൈനറ്റിക് എനർജി അറ്റ് വി, കൈനറ്റിക് എനർജി പെർ സെക്കൻഡ് അറ്റ്, ഓക്കെ, കൈനറ്റിക് എനർജി പെർ സെക്കൻഡ് അറ്റ് ആക്ച്വൽ വെലോസിറ്റി divided by kinetic energy per second at average velocity. Alpha is equal to kinetic energy per second at actual velocity divided by kinetic energy per second at average velocity എന്നാണ്. ഓക്കെ, അപ്പോൾ നമ്മളിത് kinetic energy per second at actual velocity is equal to alpha times of kinetic energy per second average velocity നമുക്ക് എഴുതാമല്ലോ. ഓക്കെ, ആൽഫ ഇൻറ്റു kinetic energy per second at average velocity എന്ന് മാറ്റി എഴുതാം. സോ kinetic energy actual is equal to alpha times of kinetic energy average എന്ന് പറയാം. അതായത് ആക്ച്വൽ കൈനറ്റിക് എനർജി ആവറേജിനേക്കാളും ആൽഫ ടൈംസ് ഗ്രേറ്റർ ആയിരിക്കും. അതായത് ആൽഫ ഇൻറ്റു കൈനറ്റിക് എനർജി ആവറേജ് ആണ് ചെയ്തത്. സോ ആൽഫ ടൈംസ് ഗ്രേറ്റർ ആയിരിക്കും കൈനറ്റിക് എനർജി ആവറേജ്. ഓക്കെ, അതാണ് ഈ ഡയലോഗ് പറയുന്നത്. ബട്ട് ദി ആക്ച്വൽ കൈനറ്റിക് എനർജി പൊസസ്ഡ് ബൈ ദ ഫ്ലോയിങ് ഫ്ലൂയിഡ് ഈസ് ഗ്രേറ്റർ ദാൻ ദി computer using mean velocity. Hence the factor kinetic energy correction factor is introduced. ഓക്കെ, അതാണ് ആ ഒരു ടേം വരുന്നത്. ആക്ച്വൽ കൈനറ്റിക് എനർജി ആൽഫ ടൈംസ് ആവറേജ് കൈനറ്റിക് എനർജിനേക്കാളും ഗ്രേറ്റർ ആയിരിക്കും. ഓക്കെ, സോ ദാറ്റ് കൈനറ്റിക് എനർജി കമ്പ്യൂട്ടഡ് ബൈ യൂസിങ് ദി മീൻ വെലോസിറ്റി വി മേ ബി എക്സ്പ്രസ്ഡ് ആസ് ആൽഫ ടൈംസ് ഓഫ് ഡബ്ല്യു ബൈ 2g ഇൻറ്റു എ വി ക്യൂബ്. ഓക്കെ, ആൽഫ ടൈംസ് നമ്മൾ പറഞ്ഞു കൈനറ്റിക് എനർജി ആക്ച്വൽ എന്ന് പറയുന്നത് ആൽഫ ടൈംസ് കൈനറ്റിക് എനർജി ആവറേജ് ആയിരിക്കും. സോ കൈനറ്റിക് എനർജി ആവറേജ് എന്ന് പറയുന്നത് നമ്മൾ ആ ഒരു എലമെൻ്ററി ഏരിയ കൺസിഡർ ചെയ്ത് നമ്മൾ കൈനറ്റിക് എനർജി പെർ സെക്കൻഡ് ചെയ്യുമ്പോൾ കിട്ടുന്ന ഇക്വേഷൻ ആണ് ഈ ഒരു ഇക്വേഷൻ. W/2g ഇൻ്റഗ്രൽ ഓഫ്, അതായത് ആ ഒരു എലമെൻ്ററി ഏരിയനെ ടോട്ടൽ ഏരിയ ആക്കാനാണ് നമ്മൾ ഇൻ്റഗ്രൽ ചെയ്തത്. ഓക്കെ, ഇപ്പോൾ W/2g ഇൻ്റഗ്രൽ ഓഫ് v³ dA ആണ് കൈനറ്റിക് എനർജി യൂസിങ് ആക്ച്വൽ വെലോസിറ്റി. ഓക്കെ, അപ്പോൾ ആവറേജ് വെലോസിറ്റി എന്ന് പറയുമ്പോൾ ഇക്വേഷൻ സെയിം തന്നെയാണ്. W/2g ഇൻറ്റു v³ ഇൻറ്റു എ എന്നാവും. ഓക്കെ, നമുക്കിതിൽ ആവറേജിൻ്റെ കേസ് വരുമ്പോൾ നമുക്കതിൽ എലമെൻ്ററി ഏരിയ കൺസിഡർ ചെയ്യേണ്ട, മൊത്തം ഏരിയയിലെ ആവറേജ് വെലോസിറ്റി, അതായത് ആവറേജ് വെലോസിറ്റി മാത്രമാണ് കൺസിഡർ ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ അങ്ങനെയാണ് W/2g ഇൻറ്റു എ v³ ഇൻറ്റു ആൽഫ. അതായത് കൈനറ്റിക് എനർജി ആക്ച്വൽ ഈസ് ഈക്വൽ ടു ആൽഫ ടൈംസ് ഓഫ് കൈനറ്റിക് എനർജി ആവറേജ് ആണ്. ഓക്കെ, കൈനറ്റിക് എനർജി ആവറേജിൻ്റെ ഇക്വേഷൻ വരുന്നത്, ഇത് നമ്മൾ കണ്ടുപിടിച്ചത് ആക്ച്വലിൻ്റെ ഇക്വേഷൻ ആണ്. സോ ആക്ച്വലിൻ്റെ ഇക്വേഷനിൽ നമ്മൾ എലമെൻ്ററി ഏരിയ കൺസിഡർ ചെയ്തിട്ടാണ് ആക്ച്വലിൻ്റെ ഇക്വേഷൻ ഡിറൈവ് ചെയ്തത്. ഓക്കെ, ആവറേജ് കൈനറ്റിക് എനർജി, അതായത് കൈനറ്റിക് എനർജി പെർ സെക്കൻഡ് യൂസിങ് ആവറേജ് വെലോസിറ്റിയിൽ നമുക്ക് ഈ ഒരു എലമെൻ്ററി ഏരിയ കൺസിഡർ ചെയ്യേണ്ട, ടോട്ടൽ ഏരിയയിലെ ആവറേജ് വെലോസിറ്റി കൺസിഡർ ചെയ്താൽ മതി. സോ ഈ v³ എന്നുള്ളത് ആവറേജ് വെലോസിറ്റി ആയിട്ട് മാറും. ഓക്കെ, നമ്മൾ ഈ ഒരു എലമെൻ്ററി ഏരിയയിൽ കൂടെ പാസ് ചെയ്യുന്ന സ്മോൾ വി ആണ് ഇവിടെ എടുത്തേക്കുന്നത്, ആക്ച്വൽ വെലോസിറ്റിയുടെ കേസിൽ എടുത്തേക്കുന്ന സ്മോൾ വി. ഓക്കെ, ആവറേജ് വെലോസിറ്റി ആവുമ്പോൾ ഇക്വേഷൻ സെയിം തന്നെ, W/2g തന്നെ നമുക്ക് ഇൻ്റഗ്രേഷൻ ചെയ്യേണ്ട വരുന്നില്ല. സോ ക്യാപിറ്റൽ വി മീൻ വെലോസിറ്റി ആവും ഇൻറ്റു ഏരിയ, എലമെൻ്ററി ഏരിയ അല്ല ടോട്ടൽ ഏരിയ എ ആവും. അതായത് ഇക്വേഷൻ ഇതിൽ നിന്ന് ഇങ്ങനെ മാറും. W/2g ഈ സ്മോൾ v³ എന്നുള്ളത് ക്യാപിറ്റൽ v³ ആവും. അതിൽ വി എന്ന് പറയുന്നത് ആവറേജ് വെലോസിറ്റി, എലമെൻ്ററി ഏരിയ എന്ന് പറയുന്നത് ടോട്ടൽ ഏരിയ ആവും. ഓക്കെ, അപ്പോൾ നമുക്ക് ഇക്വേഷൻ വരുന്നത് ആൽഫ ഇൻറ്റു കൈനറ്റിക് എനർജി ആവറേജ്, അതായത് ആൽഫ ഇൻറ്റു W/2g ഇൻറ്റു എ v³ നമ്മളിപ്പോൾ തന്നെ കണ്ടുപിടിച്ച ആവറേജ് ഇവിടേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. ആൽഫ ടൈംസ് ഓഫ് ആവറേജ് ആണ് കൈനറ്റിക് എനർജി ആക്ച്വൽ. ഓക്കെ, നമ്മൾ കൈനറ്റിക് എനർജി ആക്ച്വലിൻ്റെ ഇക്വേഷൻ ഫൈൻഡ് ഔട്ട് ചെയ്തത് ഈ ഒരു ഇക്വേഷൻ ആയിരുന്നു. ഓക്കെ, അപ്പോൾ നമുക്ക് ഈ ഒരു ഇക്വേഷനും ഇക്വേറ്റ് ചെയ്യാൻ പറ്റില്ലേ? ഈ ഒരു ഇക്വേഷൻ എന്ന് പറയുന്നത് ആൽഫ ടൈംസ് ഓഫ് കൈനറ്റിക് എനർജി ആവറേജ് എന്ന് പറയുന്നത് കൈനറ്റിക് എനർജി ആക്ച്വൽ ആണ്. ഓക്കെ, തൊട്ട് മുമ്പത്തെ സ്ലൈഡിൽ നമ്മൾ ടോട്ടൽ ആയിട്ടുള്ള ആ കൈനറ്റിക് എനർജി ആക്ച്വൽ കണ്ടുപിടിച്ചിട്ടുണ്ട്. സോ അത് രണ്ടും കൂടെ നമുക്ക് ഇക്വേറ്റ് ചെയ്യുമ്പോൾ ആൽഫയുടെ വാല്യൂ കിട്ടും. ഓക്കെ, അപ്പോൾ ഇത് രണ്ടും കൂടെ ഇക്വേറ്റ് ചെയ്യുമ്പോൾ ആൽഫ ഇൻറ്റു W/2g ഇൻറ്റു എ v³, അതായത് ആവറേജ്
കൈനറ്റിക് എനർജി പെർ സെക്കൻഡ് യൂസിങ് ആവറേജ് വെലോസിറ്റിയുടെ ഇക്വേഷനാണ് ഈ ഒരു ഇക്വേഷൻ. ഓക്കെ, ഈ ഒരു ഇക്വേഷൻ ദെൻ നമ്മൾ ആൽഫ മൾട്ടിപ്ലൈ ചെയ്യുമ്പോഴാണ് നമുക്കത് ആക്ച്വൽ വെലോസിറ്റിയുടെ ഇക്വേഷനിലേക്ക് വരുന്നത്. ഓക്കെ, ഇത് നമ്മൾ ആക്ച്വൽ വെലോസിറ്റിയുടെ ഇക്വേഷൻ നമ്മൾ ഫൈൻഡ് ഔട്ട് ചെയ്തത്. ഓക്കെ, ഇപ്പോൾ ഇത് രണ്ടും കൂടെ ഇക്വേറ്റ് ചെയ്തിട്ട് അതിൽ നിന്ന് നമുക്ക് ആൽഫയുടെ വാല്യൂ ഫൈൻഡ് ഔട്ട് ചെയ്യാം. ഓക്കെ, അപ്പോൾ ആൽഫയുടെ വാല്യൂ വരുന്നത് 1/AV³ ഇൻ്റഗ്രൽ ഓഫ് V³ dA. ഓക്കെ, അതായത് W/2G രണ്ടിലുള്ളതാണ്, അത് കട്ട് ചെയ്ത് പോവും. ദെൻ റിമൈനിങ് ടേംസ് വരുന്നത് AV³ ഇൻ്റഗ്രൽ ഓഫ് V³ dA ആണ്. ഓക്കെ, അപ്പോൾ AV³ റൈറ്റ് ഹാൻഡ് സൈഡിലേക്ക് പോകുമ്പോൾ ഡിവൈഡഡ് ബൈ, ഇവിടെ മൾട്ടിപ്ലിക്കേഷൻ ആയിരുന്നു, സോ റൈറ്റ് ഹാൻഡ് സൈഡിലേക്ക് പോകുമ്പോൾ ഡിവൈഡഡ് ബൈ, അപ്പോൾ 1/AV³ ഇൻറ്റു ഇൻ്റഗ്രൽ ഓഫ് V³ dA. ഓക്കെ, അപ്പോൾ ഇതാണ് ആൽഫയുടെ ആൻസർ വരുന്നത്. ആൽഫ ഈസ് ഈക്വൽ ടു 1/AV³ ഇൻ്റഗ്രൽ ഓഫ് V³ dA. ഓക്കെ, അപ്പോൾ നമ്മൾ കൈനറ്റിക് എനർജി കറക്ഷൻ ഫാക്ടർ ബെർണോളിസ് തിയറത്തിൽ എങ്ങനെ അപ്ലൈ ചെയ്യുന്നുള്ളതിൻ്റെ ഫോർമുലയാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ സാധാരണ ബെർണോളിസ് ഇക്വേഷൻ എന്ന് പറയുമ്പോൾ P1/ρg പ്ലസ് V1² 2g പ്ലസ് Z1 ഈസ് ഈക്വൽ ടു P2/ρg പ്ലസ് V2² 2g പ്ലസ് Z2. ഓക്കെ, ഹെഡ് ലോസ് നമുക്ക് ആഡ് ചെയ്യുകയാണെങ്കിൽ ലാസ്റ്റ് ഹെഡ് ലോസ് HL. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മുടെ സാധാരണ നമ്മൾ യൂസ് ചെയ്യുന്ന ബെർണോളിസ് ഇക്വേഷൻ. കറക്ഷൻ വരുമ്പോൾ, അതായത് കൈനറ്റിക് എനർജി കറക്ഷൻ ഫാക്ടർ നമ്മൾ പറഞ്ഞു വെലോസിറ്റി ഹെഡിലാണ് അപ്ലൈ ചെയ്യുന്നത്. ഓക്കെ, സ്റ്റാർട്ടിങ്ങിൽ നമ്മൾ പറഞ്ഞിരുന്നു വെലോസിറ്റി ഹെഡിലാണ് അത് അപ്ലൈ ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് സെക്ഷൻ എടുക്കുമ്പോൾ ആ സെക്ഷനിലെ വെലോസിറ്റി ഹെഡിൽ കറക്ഷൻ ആഡ് ചെയ്യുമ്പോൾ ആൽഫ 1 ടൈംസ് ഓഫ് V1² 2g എന്നാവും. ഓക്കെ, സെക്കൻഡ് സെക്ഷൻ എടുക്കുമ്പോൾ ഇവിടെ കൈനറ്റിക് ഹെഡിൻ്റെ അവിടെ ആൽഫ ടൈംസ് ഓഫ് V² 2g എന്നാവും. ഓക്കെ, പിന്നെ ആൽഫയുടെ വാല്യൂസ് ആണ് ജസ്റ്റ് എഴുതിയിരിക്കുന്നത്. നമ്മൾ ആൽഫ 1 യൂണിഫോം വെലോസിറ്റി ഡിസ്ട്രിബ്യൂഷന് കൊടുക്കുന്നതാണ്. ഓക്കെ, ദെൻ ആൽഫ ഈസ് ഈക്വൽ ടു 1.02 to 1.15 ഫോർ ടർബുലൻറ്റ് ഫ്ലോസ് ആണ്. ദെൻ ആൽഫ ഈസ് ഈക്വൽ ടു 2 ഫോർ ലാമിനാർ ഫ്ലോ. ഓക്കെ, നമ്മൾ കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്നത് 1 ആണ്, അതായത് എറർ ഒന്നും അപ്ലൈ ചെയ്യുന്നില്ല. അതായത് ആൽഫയുടെ വാല്യൂ 1 ആണെന്ന് പറയുകയാണെങ്കിൽ ഓക്കെ, ആൽഫ ഇതിൽ നിന്ന് റിമൂവ് ആയി. ദെൻ റിമൈനിങ് വരുന്നത് സാധാരണ നമ്മുടെ ബെർണോളിസ് ഇക്വേഷൻ തന്നെയാണ്, കറക്ഷൻ അപ്ലൈ ചെയ്യാത്ത ഇക്വേഷൻ തന്നെയാണ്. ഓക്കെ, മോസ്റ്റ് ഓഫ് ദി കേസസ് നമ്മൾ ആൽഫ ടേക്കൺ ചെയ്യുന്നത് 1 ആയിട്ടാണ്, അതായത് വിത്തൗട്ട് ഇൻട്രൊഡ്യൂസിങ് എറർ ഇൻട്രൊഡ്യൂസ് ചെയ്യാതെ, കറക്ഷൻ ഫാക്ടേഴ്സ് ഇൻട്രൊഡ്യൂസ് ചെയ്യാതെ ആൽഫയുടെ വാല്യൂ 1 കൊടുത്തിട്ടാണ് നമ്മൾ കോമൺ ആയിട്ട് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഈ ക്വസ്റ്റ്യനിൽ ഡിറൈവ് ചെയ്യാൻ പറയുമ്പോൾ നമ്മൾ ആദ്യം തന്നെ ഓക്കെ ഈ ഒരു കണ്ടീഷൻ എഴുതണം. ബെർണോളിസ് തിയറത്തിൽ നമ്മൾ കറക്ഷൻസ് അപ്ലൈ ചെയ്യാതെ, അതായത് മൊത്തം ആ ഒരു ഫ്ലൂയിഡ് ഫ്ലോയിൽ എവിടെയെങ്കിലും ഒരു സെക്ഷൻ എടുക്കുമ്പോൾ സെക്ഷനിൽ വെലോസിറ്റി യൂണിഫോം ആയിരിക്കും എന്നുള്ള ഒരു അസംഷനിലാണ് നമ്മൾ ബെർണോളിസ് ഇക്വേഷൻ ഡിറൈവ് ചെയ്തത്. റിയൽ ഫ്ലൂയിഡ്സിൻ്റെ കേസിൽ അങ്ങനെ ആയിരിക്കില്ല, നോൺ യൂണിഫോം ആയിരിക്കും വെലോസിറ്റി വരുന്നത്. ഓക്കെ, അപ്പോൾ ആ ഒരു ഫിഗർ വരയ്ക്കാം. ദെൻ അതിൻ്റെ ഇക്വേഷൻ എഴുതാം. ആൽഫ ഈസ് ഈക്വൽ ടു കൈനറ്റിക് എനർജി പെർ സെക്കൻഡ് ബേസ്ഡ് ഓൺ ആക്ച്വൽ വെലോസിറ്റി ഡിവൈഡഡ് ബൈ കൈനറ്റിക് എനർജി പെർ സെക്കൻഡ് ബേസ്ഡ് ഓൺ ആവറേജ് വെലോസിറ്റി. ഓക്കെ, ദെൻ അത് ഡിറൈവ് ചെയ്യുക. ഇക്വേഷൻ ഡിറൈവ് ചെയ്യുമ്പോൾ ആദ്യം തന്നെ ആക്ച്വൽ വെലോസിറ്റിയുടെ ഇക്വേഷൻ നമ്മൾ ഡിറൈവ് ചെയ്യാം. ദെൻ നമ്മൾ പറയാം ആൽഫ ടൈംസ് ഓഫ് ആവറേജ് വെലോസിറ്റി ആണ് ആക്ച്വൽ വെലോസിറ്റി എന്ന് പറയുന്നത്. ദെൻ അതിൽ നിന്ന് ആൽഫ ടൈംസ് ഓഫ് ആവറേജ് വെലോസിറ്റി ആണ് ആക്ച്വൽ വെലോസിറ്റി. സോ നമുക്ക് ആ കിട്ടുന്ന ഇക്വേഷനും നമ്മൾ മുന്നേ ഫൈൻഡ് ഔട്ട് ചെയ്ത ആ ഒരു ആക്ച്വൽ വെലോസിറ്റിയുടെ ഇക്വേഷനും കൂടെ നമ്മൾ ഇക്വേറ്റ് ചെയ്തിട്ട് ഫൈനലി നമ്മൾ കൈനറ്റിക് എനർജി കറക്ഷൻ ഫാക്ടറിൻ്റെ ഇക്വേഷൻ കണ്ടുപിടിക്കാം. ഓക്കെ, ദെൻ നമ്മളത് ബെർണോളിസ് ഇക്വേഷനിൽ കറക്ഷൻ അപ്ലൈ ചെയ്തിട്ടുള്ള ആ ഒരു ഇക്വേഷനും കൂടെ എഴുതി വയ്ക്കാം. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ വരുന്നത് വാട്ട് ഈസ് എ കോമ്പൗണ്ട് പൈപ്പ്. ഓക്കെ, കോമ്പൗണ്ട് പൈപ്പ് എന്ന് പറയുന്നത് പൈപ്പ്സ് ഇൻ സീരീസിൻ്റെ വേറൊരു ടേം ആണ് കോമ്പൗണ്ട് പൈപ്പ്. ഓക്കെ, പൈപ്പ്സ് ഇൻ സീരീസ് കണക്ഷൻ എന്ന് പറയുമ്പോൾ നമ്മൾ എൻഡ് ടു എൻഡ് പൈപ്പ്സ് കണക്ട് ചെയ്ത് പോകുന്നത്, അതായത് ഒരു പൈപ്പ് കണക്ട് ചെയ്തു, ദെൻ അടുത്ത പൈപ്പ് കണക്ട് ചെയ്തു, ഓക്കെ, ദെൻ നെക്സ്റ്റ് പൈപ്പ് കണക്ട് ചെയ്തു, അങ്ങനെ എൻഡ് ടു എൻഡ് പൈപ്പ്സ് ഇങ്ങനെ കണക്ട് ചെയ്ത് പോകുന്നതിനെയാണ് നമ്മൾ സീരീസ് കണക്ഷൻ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് ഈ ഒരു പൈപ്പ് സെക്ഷൻ എടുക്കാമെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ പൈപ്പിൻ്റെ ഒരു എൻഡിലേക്ക് വേറൊരു പൈപ്പ് കണക്ട് ചെയ്തു, ദെൻ അതിൻ്റെ എൻഡിലേക്ക് നെക്സ്റ്റ് പൈപ്പ് കണക്ട് ചെയ്തു. ഓക്കെ, അപ്പോൾ ഇങ്ങനെ എൻഡ് ടു എൻഡ് പൈപ്പ്സ് കണക്ട് ചെയ്ത് പോകുന്നതിനെയാണ് നമ്മൾ സീരീസ് കണക്ഷൻ എന്ന് പറയുന്നത്. ഓക്കെ, ഫസ്റ്റ് ക്വസ്റ്റ്യൻ വാട്ട് ഈസ് എ കോമ്പൗണ്ട് പൈപ്പ് എന്നാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ ആദ്യം കോമ്പൗണ്ട് പൈപ്പ് അല്ലെങ്കിൽ പൈപ്പ്സ് ഇൻ സീരീസ് എന്ന് പറയുന്നത് എന്താണെന്ന് പറയണം. അതായത് പൈപ്പ്സ് ഇൻ സീരീസ് ഓർ കോമ്പൗണ്ട് പൈപ്പ് ഈസ് ഡിഫൈൻഡ് ആസ് ദി പൈപ്പ്സ് ഓഫ് ഡിഫറെൻറ്റ് ലെങ്ത് ആൻഡ് ഡിഫറെൻറ്റ് ഡയാമീറ്റേഴ്സ്. ഓക്കെ, നമുക്ക് ഈ ഒരു ഫിഗേഴ്സിൽ നോക്കിക്കഴിഞ്ഞാൽ തന്നെ അറിയാം ഇതിൻ്റെ ഡൈയും ഫസ്റ്റ് പൈപ്പിൻ്റെ ഡൈയും സെക്കൻഡ് പൈപ്പിൻ്റെ ഡൈയും ഡിഫറെൻ്റ് ആണ്. സെക്കൻഡ് പൈപ്പിൻ്റെ ഡൈയും തേർഡ് പൈപ്പിൻ്റെ ഡൈയും ഡിഫറെൻ്റ് ആണ്. ഓക്കെ,
ഇപ്പോൾ ഡിഫറെൻറ്റ് ഡയയിലും ഡിഫറെൻറ്റ് ലെങ്ത്തിലും ഓക്കെ ലെങ്ത്ത് ഈ ഒരു പൈപ്പിൻ്റെ ലെങ്ത്ത് നോക്കുകയാണെങ്കിൽ അപ്രോക്സിമേറ്റ്ലി ഇതിനേക്കാളും ചെറുതാണ്, അതായത് ഇതാണ് വലിയ ലെങ്ത്ത് വരുന്നത്. സോ ഡിഫറെൻറ്റ് ലെങ്ത്തും ഡിഫറെൻറ്റ് ഡയയും ഉള്ള പൈപ്പ്സിനെ എൻഡ് ടു എൻഡ് കണക്ട് ചെയ്ത് പോകുന്നതിനെയാണ് നമ്മൾ സീരീസ് കണക്ഷൻ എന്ന് പറയുന്നത്. ഓക്കെ, കണക്റ്റഡ് എൻഡ് ടു എൻഡ് കണക്ട് ചെയ്ത് പോകുന്നതിനെയാണ് നമ്മൾ സീരീസ് കണക്ഷൻ എന്ന് പറയുന്നത്. ഓക്കെ, നെക്സ്റ്റ് നമ്മളിത് ചോദിച്ചിരിക്കുന്നത് വാട്ട് വിൽ ബി ദി ഹെഡ് ലോസ്. ഓക്കെ, ഹെഡ് ലോസ് സീരീസ് കണക്ഷനിലെ ഹെഡ് ലോസും ഡിസ്ചാർജും ഫൈൻഡ് ഔട്ട് ചെയ്യാനാണ് ക്വസ്റ്റ്യൻ. ഓക്കെ, സീരീസ് കണക്ഷൻ എന്ന് പറയുമ്പോൾ ഓക്കെ ഈ ഒരു ഇപ്പോൾ രണ്ട് റിസർവോയേഴ്സ് ആണ്. എ എന്ന് പറയുന്ന ഒരു റിസർവോയറും ബി എന്ന് പറയുന്ന ഈ ഒരു റിസർവോയറും. ഓക്കെ, ആ രണ്ട് റിസർവോയേഴ്സ് 3 പൈപ്പ്സ് സീരീസ് ആയിട്ട് കണക്ട് ചെയ്ത് ഈ രണ്ട് റിസർവോയേഴ്സിനെ ജോയിൻ ചെയ്തേക്കാണ്. ഓക്കെ, അപ്പോൾ ഈ ഒരു എ എന്ന് പറയുന്ന ഈ ഒരു റിസർവോയറിൽ നിന്ന് ഒരു ഡിസ്ചാർജ് പാസ് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ ക്യൂ എന്ന് പറയുന്ന ഒരു ഡിസ്ചാർജ് പാസ് ചെയ്യുകയാണെങ്കിൽ ഓക്കെ ഫസ്റ്റ് പൈപ്പിൽ വരുന്ന ഡിസ്ചാർജ് എന്ന് പറയുന്നത് Q1 ആണ്. ഓക്കെ, ആ ഒരു സെയിം ഡിസ്ചാർജ് തന്നെയാണ് ക്യൂ എന്ന് പറയുന്ന ഈ ഒരു സെയിം ഡിസ്ചാർജ് തന്നെയാണ് ത്രൂ ഔട്ട് പാസ് ചെയ്യുക സീരീസ് കണക്ഷനിൽ. അതായത് Q ഈസ് ഈക്വൽ ടു ഫസ്റ്റ് സെക്ഷനിലെ ഡിസ്ചാർജ് Q1 ആണെങ്കിൽ വിച്ച് ഈസ് ഈക്വൽ ടു Q2 ഈസ് ഈക്വൽ ടു Q3. ഓക്കെ, അതായത് 3 പൈപ്പ്സിലും വരുന്ന ഡിസ്ചാർജ് സെയിം ആയിരിക്കും. ഹെഡ് ലോസ് ആണ് ഡിഫറൻസ് വരിക. ഓക്കെ, അപ്പോൾ ആദ്യം തന്നെ നമ്മൾ 3 പൈപ്പ്സ് എടുത്തു. ഓക്കെ, അതിലെ ഓരോന്നും ഫസ്റ്റ് പൈപ്പിൻ്റെ ഡയ വരുന്നത് D1 ആണ്, ദെൻ അതിൻ്റെ ലെങ്ത് വരുന്നത് L1 ആണ്, ദെൻ ഫ്രിക്ഷൻ ലോസ് വരുന്നത് F1 ആണ്. ഓക്കെ, ഫസ്റ്റ് പൈപ്പിൽ. ദെൻ സിമിലർലി സെക്കൻഡ് ആൻഡ് തേർഡ് പൈപ്പ്സിൽ വരുന്നത് നമ്മൾ എഴുതി, അതായത് അതിൻ്റെ ഡയാമീറ്റർ D2 ആണ്, ദെൻ ലെങ്ത് വരുന്നത് സെക്കൻഡ് സെക്ഷൻ ആയതുകൊണ്ട് L2 ആണ്, ദെൻ അതിൻ്റെ ഫ്രിക്ഷൻ ലോസ് വരുന്നത് കോഎഫിഷ്യൻ്റ് ഓഫ് ഫ്രിക്ഷൻ വരുന്നത് F എന്ന് പറയുന്നത് കോഎഫിഷ്യൻ്റ് ഓഫ് ഫ്രിക്ഷൻ ആണ്. ഓക്കെ, കോഎഫിഷ്യൻ്റ് ഓഫ് ഫ്രിക്ഷൻ വരുന്നത് F2 ആണ്. ദെൻ തേർഡ് സെക്ഷനിൽ അതിൻ്റെ ഡയ വരുന്നത് D3 ആണ്, ദെൻ അതിൻ്റെ ലെങ്ത് വരുന്നത് ലെങ്ത് ഓഫ് പൈപ്പ് L3 ആണ്, ദെൻ കോഎഫിഷ്യൻ്റ് ഓഫ് ഫ്രിക്ഷൻ F3 ആണ്. ഓക്കെ ഓക്കെ ഈ ഒരു ഫിഗറിൽ നോക്കുകയാണെങ്കിൽ നമുക്കറിയാം രണ്ട് റിസർവോയേഴ്സ് കണക്ട് ചെയ്തിരിക്കുകയാണ്. ഓക്കെ, അതിൻ്റെ റിസർവോയറിൻ്റെ വാട്ടർ ലെവൽ തമ്മിലുള്ള ആ ഒരു ഡിഫറൻസിനെയാണ് നമ്മൾ ഹെഡ് ലോസ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഈ രണ്ട് റിസർവോയേഴ്സും തമ്മിലുള്ള ടോട്ടൽ ഹെഡ് ലോസ് ആണ് ക്യാപിറ്റൽ H എന്ന് പറയുന്നത്. ഓക്കെ ഓക്കെ അപ്പോൾ നമ്മൾ ജസ്റ്റ് ഇപ്പോൾ തന്നെ പറഞ്ഞത് ഡയലോഗായിട്ട്, അതായത് ഡെഫിനിഷൻ അല്ല, ജസ്റ്റ് അതൊന്ന് എക്സ്പാൻഡ് ചെയ്തിരിക്കുകയാണ്. L1 L2 L3 എന്ന് പറയുന്നത് ലെങ്ത് ഓഫ് പൈപ്പ്സ് ആണ് 1 2 3 റെസ്പെക്റ്റീവ്ലി. D1 D2 D3 എന്ന് പറയുന്നത് ഡയാമീറ്റേഴ്സ് ആണ്. ഓക്കെ, V1 V2 V3 എന്ന് പറയുന്നത് അതിൻ്റെ വെലോസിറ്റി ഓഫ് ഫ്ലോ ത്രൂ പൈപ്പ്സ് V1 2 3 ആണ്. ദെൻ F1 F2 F3 എന്ന് പറയുന്നത് കോഎഫിഷ്യൻ്റ് ഓഫ് ഫ്രിക്ഷൻ ആണ്. ഓക്കെ, ഫൈനലി H എന്ന് പറയുന്നത് ഡിഫറൻസ് ഓഫ് വാട്ടർ ലെവൽ ഇൻ 2 ടാങ്ക്സ്, അതായത് ഹെഡ് ലോസ്. ഫസ്റ്റ് റിസർവോയറിലെ വാട്ടർ ലെവലും സെക്കൻഡ് റിസർവോയറിലെ വാട്ടർ ലെവലും തമ്മിലുള്ള ആ ഒരു ഡിഫറൻസിനെയാണ് നമ്മൾ H എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് കണ്ടീഷനിൽ ഞാൻ പറഞ്ഞു ഡിസ്ചാർജ് ഓരോ പൈപ്പിലും സീരീസ് കണക്ഷനിൽ ഓരോ പൈപ്പ് സെക്ഷനിൽ കൂടെ പോകുന്ന ഡിസ്ചാർജ് സെയിം ആയിരിക്കും. ഓക്കെ അപ്പോൾ അക്കോർഡിംഗ് ടു കണ്ടിന്യൂറ്റി ഇക്വേഷൻ ദ ഡിസ്ചാർജ് ത്രൂ ഈച്ച് പൈപ്പ് ഈസ് സെയിം. കണ്ടിന്യൂറ്റി ഇക്വേഷൻ അനുസരിച്ച് ഡിസ്ചാർജ് സെയിം ആയിരിക്കും. നമുക്കറിയാം കണ്ടിന്യൂറ്റി ഇക്വേഷൻ എന്ന് പറയുന്നത് Q ഈസ് ഈക്വൽ ടു AV എന്ന് പറയുന്നതാണ്. AV ആണ് ഡിസ്ചാർജിൻ്റെ ഇക്വേഷൻ. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് സെക്ഷനിൽ വരുന്ന ഡിസ്ചാർജ് എന്ന് പറയുന്നത് A1 V1, സെക്കൻഡ് സെക്ഷനിൽ വരുന്നത് A2 V2, തേർഡ് സെക്ഷനിൽ വരുന്നത് A3 V3. ഓക്കെ, അപ്പോൾ ഡിസ്ചാർജ് ത്രൂ സീരീസ് അതായത് ടോട്ടൽ ഡിസ്ചാർജ് സീരീസ് ആയിട്ട് കണക്ട് ചെയ്തിരിക്കുന്ന ആ പൈപ്പിൻ്റെ, അതായത് ആ ഒരു കോമ്പൗണ്ട് പൈപ്പിൻ്റെ ടോട്ടൽ ഡിസ്ചാർജ് എന്ന് പറയുന്നത് Q1, അതായത് ഇതിൽ കൂടെ പോകുന്ന ഡിസ്ചാർജ് Q1 ഈസ് ഈക്വൽ ടു സെക്കൻഡിൽ കൂടെ പോകുന്നത് Q2 ഈസ് ഈക്വൽ ടു Q3 ആണ്. അതായത് 3ൽ കൂടെയും പോകുന്ന ഡിസ്ചാർജ് സെയിം ആയിരിക്കും. ഓക്കെ, അപ്പോൾ ഹെൻസ് ടോട്ടൽ ഡിസ്ചാർജ് Q ഈസ് ഈക്വൽ ടു A1 V1 വിച്ച് ഈസ് ഈക്വൽ ടു A2 V2 വിച്ച് ഈസ് ഈക്വൽ ടു A3 V3. അതായത് ഡിസ്ചാർജ് സെയിം ആയിരിക്കും. ഒരു സീരീസ് കണക്ഷൻ എടുക്കാന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൽ കൂടെ പോകുന്ന ഡിസ്ചാർജ് എപ്പോഴും സെയിം ആയിരിക്കും. ഓക്കെ, ഇനി അതിൻ്റെ ഹെഡ് ലോസ് എടുക്കുകയാണെങ്കിൽ ഹെഡ് ലോസ് ദ ഡിഫറൻസ് ഇൻ ലിക്വിഡ് സർഫസ് ലെവൽ ഈസ് ഈക്വൽ ടു ദി സം ഓഫ് ടോട്ടൽ ഹെഡ് ലോസ് ഇൻ പൈപ്പ്സ്. ഓക്കെ, ടോട്ടൽ ഹെഡ് ലോസ് ഓരോ പൈപ്പിൽ കൂടെയുള്ള ടോട്ടൽ ഹെഡ് ലോസിൻ്റെ മൊത്തമായിട്ടുള്ള ആ ഒരു സമ്മാണ് നമ്മൾ പറയുന്നത് ടോട്ടൽ ഹെഡ് ലോസ് എന്ന് പറയുന്നത്. ഓക്കെ, ഓരോരോ സിംഗിൾ പൈപ്പ്സ് എടുത്ത് അതിൽ വരുന്ന ലോസസ് ആഡ് ചെയ്ത് കിട്ടുന്നതാണ് ടോട്ടലായിട്ട് വരുന്ന ഹെഡ് ലോസ്. ഓക്കെ, അപ്പോൾ നമ്മൾ ആദ്യം തന്നെ എടുക്കുമ്പോൾ ഈ റിസർവോയറിൽ നിന്ന് ഈ ഒരു പൈപ്പിലേക്ക് എൻ്റർ ചെയ്യുമ്പോൾ ആ ഒരു എൻട്രൻസ് ലോസ് വരും. ഓക്കെ, അതാണ് ഫസ്റ്റത്തെ H എൻട്രൻസ്, ഹെഡ് ലോസ് ഡ്യൂ ടു എൻട്രൻസ്. ദെൻ നെക്സ്റ്റ് വരുന്നത് ഇവിടുത്തെ ഹെഡ് ലോസ് ഡ്യൂ ടു ഫ്രിക്ഷൻ. ഓക്കെ, അത് എല്ലാത്തിലും പൈപ്പ്സിൽ കോമൺ ആയിട്ട് വരുന്നതാണ് ഹെഡ് ലോസ് ഡ്യൂ ടു ഫ്രിക്ഷൻ കാരണം പൈപ്പിൽ വരുന്ന ആ ഒരു ഹെഡ് ലോസ്. ഓക്കെ, സെക്കൻഡ് ടേം ഫസ്റ്റ് പൈപ്പിലെ സെക്കൻഡ് ടേം HF1 എന്ന് പറയുന്നത് ഫസ്റ്റ് പൈപ്പിലെ ഹെഡ് ലോസ് ഡ്യൂ ടു ഫ്രിക്ഷൻ ആണ്.
ദെൻ നെക്സ്റ്റ് വരുന്നത് എച്ച് സി എന്ന് പറയുന്നത് ഹെഡ് ലോസ് ഡ്യൂ ടു കോൺട്രാക്ഷൻ. ഓക്കെ, അപ്പോൾ നമ്മൾ ഇവിടേക്ക് എൻ്റർ ചെയ്യുമ്പോൾ വരുന്ന ലോസ് പറഞ്ഞു ഹെഡ് ലോസ് ഡ്യൂ ടു എൻട്രൻസ്. ദെൻ നെക്സ്റ്റ് അവിടെ വരുന്ന ഫസ്റ്റ് പൈപ്പിൽ വരുന്ന ഹെഡ് ലോസ് ഡ്യൂ ടു ഫ്രിക്ഷൻ. ഓക്കെ, ഇപ്പോൾ ഈ ഒരു പൈപ്പ് കഴിഞ്ഞു. ഈ ഒരു പൈപ്പിൽ നിന്ന് ഇനി നെക്സ്റ്റ് പൈപ്പിലേക്ക് എൻ്റർ ചെയ്യുമ്പോൾ പൈപ്പിൻ്റെ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ അറിയാം ആ ഒരു ഡയാമീറ്റർ സഡൻ ആയിട്ട് ഡിക്രീസ് ആവുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ആ ഒരു ഡിക്രീസ് കാരണം, അതായത് ആ ഒരു കോൺട്രാക്ഷൻ, പൈപ്പിൻ്റെ ഡയാമീറ്റർ രണ്ടും ചെറുതായി കാണും. രണ്ടുമല്ല, അതായത് ഫസ്റ്റ് പൈപ്പിൽ നിന്ന് സെക്കൻഡ് പൈപ്പിലേക്ക് പോകുമ്പോൾ നമുക്കറിയാം ഒരു കോൺട്രാക്ഷൻ സംഭവിച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ആ ഒരു ഹെഡ് ലോസ് ഡ്യൂ ടു കോൺട്രാക്ഷൻ നമ്മൾ ആഡ് ചെയ്യണം. ഓക്കെ, ഹെഡ് ലോസ് ഡ്യൂ ടു കോൺട്രാക്ഷൻ ആണ് HC. ഓക്കെ, അപ്പോൾ നമ്മൾ അതിലേക്ക് എൻ്റർ ചെയ്ത് കഴിഞ്ഞാൽ ഈ സെക്കൻഡ് പൈപ്പിലും ഹെഡ് ലോസ് ഡ്യൂ ടു ഫ്രിക്ഷൻ ഉണ്ടായിരിക്കും. സോ നെക്സ്റ്റ് ഹെഡ് ലോസ് ഡ്യൂ ടു ഫ്രിക്ഷൻ അറ്റ് സെക്കൻഡ് പൈപ്പ്, അതാണ് HF2. ഓക്കെ, അപ്പോൾ അത് എഴുതി, ഹെഡ് ലോസ് ഡ്യൂ ടു ഫ്രിക്ഷൻ ആയിട്ട് സെക്കൻഡ് പൈപ്പ് എഴുതി. ദെൻ സെക്കൻഡ് പൈപ്പിൽ നിന്ന് തേർഡ് പൈപ്പിലേക്ക് പോകുമ്പോൾ നമുക്കറിയാം, കണ്ടു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും ഡയാമീറ്റർ രണ്ടിലും ഡിഫറെൻ്റ് ആണ്. ഓക്കെ, രണ്ടിലും ഡിഫറെൻ്റ് ആണ്. ഇത് ചെറിയ ഡയ ആണ്. ദെൻ തേർഡ് പൈപ്പിലേക്ക് വരുമ്പോൾ ഡയ ഇൻക്രീസ് ആവാണ്. ഓക്കെ, അപ്പോൾ എക്സ്പാൻഡ് ആണ്. സെക്കൻഡിൽ നിന്ന് തേർഡിലേക്ക് വരുമ്പോൾ അത് എക്സ്പാൻഡ് ചെയ്യാണ്. ഓക്കെ, അപ്പോൾ എക്സ്പാൻഡ് ചെയ്യുന്നത് കാരണം വരുന്ന ആ ഒരു ലോസ് ഹെഡ് ലോസ് ഡ്യൂ ടു എക്സ്പാൻഷൻ. ഓക്കെ, ദെൻ ആ ഒരു തേർഡ് പൈപ്പിലെ ഹെഡ് ലോസ് ഡ്യൂ ടു ഫ്രിക്ഷൻ, ആ ടേമാണ് HF3. ഓക്കെ, ദെൻ നെക്സ്റ്റ് ലാസ്റ്റ് ആയിട്ട് നമ്മൾ ഫ്രിക്ഷൻ ലോസ്, ഇവിടുത്തെ ഫ്രിക്ഷൻ ലോസ് നമ്മൾ എഴുതി. ദെൻ നെക്സ്റ്റ് നമ്മൾ ഇങ്ങോട്ടേക്ക് എക്സിറ്റ് ചെയ്യുമ്പോൾ വരുന്ന ആ ഒരു ഹെഡ് ലോസ്, ആ ഒരു പൈപ്പിൽ നിന്ന് നമ്മൾ റിസർവോയറിലേക്ക് എക്സിറ്റ് ചെയ്യുമ്പോൾ അവിടെ ഒരു ലോസ് വരും. ഓക്കെ, ആ ഒരു ഹെഡ് ലോസ് ആണ് ഏറ്റവും ലാസ്റ്റത്തെ H എക്സിറ്റ്. ഓക്കെ, പിന്നെ ഇതിൻ്റെ ഓരോന്നിൻ്റെയും ഇക്വേഷൻ വരുന്നത് നോക്കാം. ഫസ്റ്റത്തെ ഇക്വേഷൻ എൻട്രൻസിൻ്റെ ഹെഡ് ലോസ് ഡ്യൂ ടു എൻട്രൻസിൻ്റെ ഇക്വേഷൻ വരുന്നത് 0.5 V1² / 2G പ്ലസ് നെക്സ്റ്റ് ഹെഡ് ലോസ് ഡ്യൂ ടു ഫ്രിക്ഷൻ്റെ ഇക്വേഷൻ നമുക്കറിയാം 4F LV² / 2GD ഹെഡ് ലോസ് ഡ്യൂ ടു ഫ്രിക്ഷൻ. ഓക്കെ, അതിൻ്റെ കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്ന ഇക്വേഷൻ 4F LV² / 2GD. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് സെക്ഷൻ ആയതുകൊണ്ട് 4F1 L1 V1² / 2GD1. ഓക്കെ, പ്ലസ് ഫസ്റ്റത്തെ എൻട്രൻസ് ലോസ് പറഞ്ഞു. ദെൻ ഫസ്റ്റ് പൈപ്പിൽ വരുന്ന ഫ്രിക്ഷൻ ലോസ് പറഞ്ഞു. ദെൻ നെക്സ്റ്റ് പൈപ്പിലേക്ക് എൻ്റർ ചെയ്യുമ്പോൾ നമുക്ക് കോൺട്രാക്ഷൻ ആണ്. ഓക്കെ, അപ്പോൾ ആ കോൺട്രാക്ഷൻ കാരണം വരുന്ന ഹെഡ് ലോസ്, അതിൻ്റെ ഇക്വേഷൻ ആണ് 0.5 V2². അതായത് സെക്കൻഡ് പൈപ്പിലേക്കാണ് നമ്മൾ എൻ്റർ ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ അവിടെ വരുന്ന കോൺട്രാക്ഷൻ ആണ്. ഓക്കെ, അപ്പോൾ V2² ആണ് എടുക്കുന്നത്, സെക്കൻഡ് പൈപ്പിൻ്റെ വെലോസിറ്റി. ഓക്കെ, ദെൻ സെക്കൻഡ് പൈപ്പിൽ വരുന്ന ഫ്രിക്ഷൻ ലോസ് 4F2 L2 V2² / 2GD2. ഓക്കെ, ദെൻ അത് കഴിഞ്ഞ് വരുന്നത് ഇവിടുത്തെ സെക്കൻഡ് പൈപ്പിൻ്റെ ഫ്രിക്ഷൻ ലോസ് നമ്മൾ എഴുതി. ദെൻ നെക്സ്റ്റ് വരുന്നത് സെക്കൻഡ് പൈപ്പിൽ നിന്ന് തേർഡിലേക്ക് പോകുമ്പോൾ എക്സ്പാൻഷൻ സംഭവിക്കുകയാണ്. ഓക്കെ, അപ്പോൾ ആ എക്സ്പാൻഷൻ കാരണം വരുന്ന ഹെഡ് ലോസിൻ്റെ ഇക്വേഷൻ V2 - V3² / 2G. 2ൽ നിന്ന് 3ലേക്കാണ് പോകുന്നത്, അതായത് സെക്കൻഡ് പൈപ്പിൽ നിന്ന് തേർഡ് പൈപ്പിലേക്ക് പോകുമ്പോഴാണ് ആ ഒരു എക്സ്പാൻഷൻ സംഭവിക്കുന്നത്. സോ സെക്കൻഡ് പൈപ്പിൻ്റെ വെലോസിറ്റി മൈനസ് തേർഡ് പൈപ്പിൻ്റെ വെലോസിറ്റി ഇൻറ്റു ഹോൾ² / 2G ചെയ്യണം. ഓക്കെ, അപ്പോൾ നമ്മൾ ഇവിടെ എത്തിയപ്പോൾ എക്സ്പാൻഷൻ കാരണമുള്ള ലോസ് നമ്മൾ ഹെഡ് ലോസ് എഴുതി. ദെൻ നെക്സ്റ്റ് ഇവിടെ വരുന്ന ഈ ഒരു തേർഡ് സെക്ഷനിൽ വരുന്ന ഹെഡ് ലോസ് ഡ്യൂ ടു ഫ്രിക്ഷൻ കൂടെ എഴുതണം. ഓക്കെ, അപ്പോൾ അതിൻ്റെ ഇക്വേഷൻ ആണ് 4F3 L3 V3² / 2GD3. ഓക്കെ, ഫൈനലി നമ്മൾ അതിൽ നിന്ന് എക്സിറ്റ് ചെയ്യാണ്. ഈ ഒരു തേർഡ് പൈപ്പിൽ നിന്ന് നമ്മൾ റിസർവോയറിലേക്ക് എക്സിറ്റ് ചെയ്യാണ്. ഓക്കെ, അപ്പോൾ വരുന്ന ആ ഒരു ഹെഡ് ലോസ് എന്ന് പറയുന്നത് V3² / 2G. ഓക്കെ, അപ്പോൾ അതാണ് ഹെഡ് ലോസ് ഡ്യൂ ടുവിൻ്റെ ടോട്ടൽ ഹെഡ് ലോസിൻ്റെ ഇക്വേഷൻ വരുന്നത് ഈ ഒരു ഇക്വേഷനാണ്. ഓക്കെ, ഇനി രണ്ട് കണ്ടീഷനാണ് പറയുന്നത്. ടോട്ടൽ ഹെഡ് ലോസ് ഇൻ ദി കോമ്പൗണ്ട് പൈപ്പ് നെഗ്ലക്റ്റിംഗ് ദി മൈനർ ലോസസ്. ഓക്കെ, മൈനർ ലോസസ് എന്ന് പറയുന്നത് ഈ ഒരു എൻട്രൻസിൻ്റെ ലോസസ്, ദെൻ കോൺട്രാക്ഷൻ്റെ ലോസസ്, എക്സ്പാൻഷൻ്റെ ലോസസ്, എക്സിറ്റ് കാരണം വരുന്ന ഹെഡ് ലോസ്. ഓക്കെ, ഈ ലോസസ് ഒക്കെ മൈനർ ലോസസ് ആണ്. ഓക്കെ, അപ്പോൾ നമ്മൾ മൈനർ ലോസസ് നെഗ്ലക്റ്റ് ചെയ്യാന്ന് പറയുമ്പോൾ റിമൈനിങ് നമുക്ക് ഉണ്ടാവുക ഹെഡ് ലോസ് ഡ്യൂ ടു ഫ്രിക്ഷൻ്റെ, ഓരോ പൈപ്പിലും വരുന്ന ഹെഡ് ലോസ് ഡ്യൂ ടു ഫ്രിക്ഷൻ മാത്രമാണ് ഉണ്ടാവുക. ഓക്കെ, അപ്പോൾ ഇത് ഫസ്റ്റ് പൈപ്പിലെ ഹെഡ് ലോസ് ഡ്യൂ ടു ഫ്രിക്ഷൻ, ദെൻ സെക്കൻഡ് പൈപ്പിലെ ഹെഡ് ലോസ് ഡ്യൂ ടു ഫ്രിക്ഷൻ, ദെൻ തേർഡ് പൈപ്പിലെ ഹെഡ് ലോസ് ഡ്യൂ ടു ഫ്രിക്ഷൻ. ഓക്കെ, ഇനി ഇഫ് ദ കോഎഫിഷ്യന്റ് ഓഫ് ഫ്രിക്ഷൻ ഇസ് സെയിം ഫോർ ഓൾ പൈപ്സ്. ഓക്കെ, ഹെഡ് ലോസ് ഡ്യൂ ടു ഫ്രിക്ഷൻ
അതായത് എഫ് 4f ആണ് 2gd ആണ് എച്ച് എഫിൻ്റെ ഇക്വേഷൻ. കണ്ടീഷൻ ചോദിച്ചത് ഇഫ് ദ കോഎഫിഷ്യൻ്റ് ഓഫ് ഫ്രിക്ഷൻ ഈസ് സെയിം. എഫ് എല്ലാത്തിലും സെയിം ആണെങ്കിൽ, എഫ് വാല്യൂ എല്ലാത്തിലും സെയിം ആണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു 4f എന്ന് പറയുന്നത് നമുക്ക് കോമൺ ആക്കി എടുക്കാം. ഓക്കെ, അപ്പോൾ 4f കോമൺ എടുത്തു കഴിഞ്ഞാൽ ഇക്വേഷൻ വരുന്നത് 4f/2gയും എല്ലാത്തിലും കോമൺ ആണ്. 4fഉം 2gയും എല്ലാത്തിലും കോമൺ ആണ്. ഓക്കെ, F1 F2 F3 ആണ്. നമ്മൾ ഈ ഒരു കണ്ടീഷൻ സെയിം കോഎഫിഷ്യൻ്റ് ഓഫ് ഫ്രിക്ഷൻ സെയിം ആയിട്ട് എടുക്കാമെന്ന് വെച്ച് കഴിഞ്ഞാൽ എങ്ങനെ ഇക്വേഷൻ വരാമെന്ന്. ഓക്കെ, അപ്പോൾ 4f എല്ലാത്തിലും കോമൺ എടുത്തു, ദെൻ 2g കോമൺ എടുത്തു. സോ 4f/2g ഇൻറ്റു റിമൈനിങ് LV²/d1, നെക്സ്റ്റ് L2V2²/d2, ദെൻ തേർഡ് ടേം L3V3²/d3. ഓക്കെ, അപ്പോൾ അങ്ങനെയാണ് ലാസ്റ്റ് ഒരു ഇക്വേഷൻ വരുന്നത്. ഓക്കെ, അപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യനിൽ ചോദിച്ചിരുന്നത് ആദ്യം കോമ്പൗണ്ട് പൈപ്പ് എന്താണെന്ന് പറയാൻ. കോമ്പൗണ്ട് പൈപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പൈപ്പ്സ് ഇൻ സീരീസിൻ്റെ വേറൊരു ടേമാണ് കോമ്പൗണ്ട് പൈപ്പ്. പൈപ്പ്സ് ഇൻ സീരീസ് എന്ന് പറയുമ്പോൾ അതിൻ്റെ ഡെഫിനിഷനായിട്ട് അത് എഴുതുമ്പോൾ പൈപ്പ്സ് നമ്മൾ എൻഡ് ടു എൻഡ് കണക്ട് ചെയ്യുന്ന ആ ഒരു കണക്ഷനെ പറയുന്ന പേരാണ് സീരീസ് കണക്ഷൻ. ഓക്കെ, അപ്പോൾ നമ്മൾ ആ ഒരു ഫിഗർ വരയ്ക്കാം. ഫിഗർ വരച്ചിട്ട് ജസ്റ്റ് ഒരു 3 പൈപ്പ് ഡിഫറെൻ്റ് ആയുള്ള ഒരു 3 പൈപ്പ് കണക്ട് ചെയ്യുന്ന ആ ഒരു ഫിഗർ, 2 റിസർവോയേഴ്സിനെ ഡിഫറെൻ്റ് ആയുള്ള 3 പൈപ്പ്സ് കണക്ട് ചെയ്ത് 2 റിസർവോയേഴ്സ് ജോയിൻ ചെയ്യുന്ന പോലെ ഒരു ഫിഗർ വരയ്ക്കാം. ഓക്കെ, അപ്പോൾ ദെൻ നമ്മൾ പറഞ്ഞു നെക്സ്റ്റ് ചോദിച്ചിരിക്കുന്നത് അതിൻ്റെ ഹെഡ് ലോസും ഡിസ്ചാർജും കണക്ഷൻ സീരീസ് കണക്ഷനിൽ എങ്ങനെ വരാമെന്നാണ് നെക്സ്റ്റ് ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, സീരീസ് കണക്ഷനിൽ അക്കോർഡിംഗ് ടു കണ്ടിന്യൂറ്റി ഇക്വേഷൻ സീരീസ് കണക്ഷനിൽ ഡിസ്ചാർജ് ത്രൂ ഔട്ട് ദ ഫ്ലോ സെയിം ആയിരിക്കും. ഓക്കെ, അപ്പോൾ ഇവിടെ എൻ്റർ ചെയ്യുന്നത് ക്യൂ ആണെങ്കിൽ ലീവ് ചെയ്യുന്നതും ക്യൂ ആയിരിക്കും. ഓക്കെ, അപ്പോൾ ടോട്ടൽ ഡിസ്ചാർജ് Q is equal to Q1 is equal to Q2 is equal to Q3 ആണ്. മൊത്തം അതിൽ കൂടെ സീരീസ് പൈപ്പിൽ കൂടെ പാസ് ചെയ്യുന്ന ടോട്ടൽ ഡിസ്ചാർജസ് എപ്പോഴും ഈക്വൽ ആയിരിക്കും. ഓക്കെ, നെക്സ്റ്റ് ചോദിച്ചിരിക്കുന്നത് ഹെഡ് ലോസ് ആണ്. ഓക്കെ, അപ്പോൾ ഹെഡ് ലോസിൻ്റെ നമ്മൾ ഹെഡ് ലോസ് H is equal to ടോട്ടൽ ഹെഡ് ലോസ് is equal to എൻട്രൻസ് ലോസ് പ്ലസ് ഫ്രിക്ഷൻ ലോസ് അറ്റ് ഫസ്റ്റ് പൈപ്പ്, ദെൻ head loss due to contraction, then head loss due to friction at second pipe, then head loss due to expansion, then head loss due to friction at third pipe, then head loss due to exit. ഓക്കെ, അപ്പോൾ ഇത്ര എഴുതി കഴിഞ്ഞാൽ നമുക്ക് ആ 3 മാർക്സ് കിട്ടും. ഓക്കെ, ഇനി നമുക്ക് പാർട്ട് ബിയിലെ ക്വസ്റ്റ്യൻ നോക്കാം. ഓക്കെ, പാർട്ട് ബിയിൽ നമുക്കറിയാം, പാർട്ട് ബിയിൽ മൊഡ്യൂൾ 3 2 ക്വസ്റ്റ്യൻ ആയിരിക്കും ഉണ്ടായിരിക്കാം. 14 മാർക്സിൻ്റെ 2 ക്വസ്റ്റ്യൻ ആയിരിക്കും. അപ്പോൾ നമുക്ക് ഈസിയസ്റ്റ് ഏതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കത് ചൂസ് ചെയ്ത് സോൾവ് ചെയ്യാവുന്നതാണ്. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യനിൽ പറയുന്നത് എ പൈപ്പ് ക്യാരിയിങ് വാട്ടർ ഹാസ് എ 30 cm by 15 cm വെഞ്ചുറി മീറ്റർ. ഓക്കെ, വെഞ്ചുറി മീറ്ററിൻ്റെ ഡയമെൻഷൻ തന്നിട്ടുണ്ട്. ദെൻ വിച്ച് ഈസ് പൊസിഷൻഡ് ഇൻക്ലൈൻഡ് അറ്റ് 30 degree ടു ദി ഹൊറിസോണ്ടൽ. അതായത് ഇൻക്ലിനേഷൻ 30 degree ആണ് തന്നിട്ടുണ്ട്. ആ ഒരു വെഞ്ചുറി മീറ്ററിൻ്റെ ഇൻക്ലിനേഷൻ 30 degree ഹൊറിസോണ്ടലിൽ നിന്ന് 30 degree ഇൻക്ലൈൻഡ് ആയിട്ടാണ് വെഞ്ചുറി മീറ്റർ പ്ലേസ് ചെയ്തിരിക്കുന്നത്. ദി കൺവേർജിങ് കോൺ ഈസ് ഡിഫറൻഷ്യൽ യൂട്യൂബ് മാനോമീറ്റർ with mercury as indicating fluid is connected to the inlet and to the throat. ഓക്കെ, അപ്പോൾ ഒരു വെഞ്ചുറി മീറ്ററിൻ്റെ കൺവേർജിങ് കോണിൽ ഒരു ഡിഫറൻഷ്യൽ യൂട്യൂബ് മാനോമീറ്റർ കണക്ട് ചെയ്തിട്ടുണ്ട്. ഓക്കെ, അതിൻ്റെ കോളം റീഡിങ് ഡിഫറൻഷ്യൽ കോളം റീഡിങ് ഹൈറ്റ് വരുന്നത് 30 cm ആണ്. ആ ഒരു മെർക്കുറി മാനോമീറ്ററിൻ്റെ ഡിഫറൻഷ്യൽ ഹെഡിൻ്റെ ആ ഒരു കോളം ഹൈറ്റിൻ്റെ റീഡിങ് വരുന്നത് 30 cm ആണ്. കാൽക്കുലേറ്റ് ദ ഡിസ്ചാർജ് ഇൻ ദി പൈപ്പ്. ഓക്കെ, ഡിസ്ചാർജ് ഫൈൻഡ് ഔട്ട് ചെയ്യാനാണ് ഫസ്റ്റ് ക്വസ്റ്റ്യൻ. Then if the pressure at the inlet section is 50 kPa, determine the pressure at the throat. ഓക്കെ, ഇൻലെറ്റിലെ പ്രഷർ നമുക്ക് തന്നിട്ട് നമ്മുടെ അടുത്ത് ത്രോട്ടിലെ പ്രഷർ എത്ര വരാമെന്ന് ഫൈൻഡ് ഔട്ട് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, ദെൻ തേർഡ് ചോദിച്ചിരിക്കുന്നത് ഫൈൻഡ് ദ ഹെഡ് ലോസ് ഇൻ ദി കൺവേർജിങ് സെക്ഷൻ ഓഫ് ദി വെഞ്ചുറി മീറ്റർ. ഓക്കെ, ഹെഡ് ലോസ് ഫൈൻഡ് ഔട്ട് ചെയ്യാനാണ് തേർഡ് ക്വസ്റ്റ്യൻ. ഓക്കെ, ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഡിസ്ചാർജ് ഫൈൻഡ് ഔട്ട് ചെയ്യാനാണ്. ദെൻ നെക്സ്റ്റ് ഇൻലെറ്റിലെ പ്രഷർ തന്നിട്ട് നമ്മുടെ അടുത്ത് ത്രോട്ടിലെ പ്രഷർ ഫൈൻഡ് ഔട്ട് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. തേർഡ് നമ്മുടെ അടുത്ത് ഹെഡ് ലോസ് ഫൈൻഡ് ഔട്ട് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, 14 മാർക്സിൻ്റെ ക്വസ്റ്റ്യൻ ആണ്. ദെൻ നെക്സ്റ്റ് വരുന്നത് 16th ക്വസ്റ്റ്യൻ വരുന്നത് 16th A ക്വസ്റ്റ്യൻ വരുന്നത് എ റിസർവോയർ ഡിസ്ചാർജസ് ത്രൂ എ സ്ലൂയിസ് 1.05 meter wide and 1.35 meter deep. The top of the opening is 0.61 meter below the water level in the reservoir and the downstream water level is below the bottom of the opening. Calculate the first question discharge through the opening. Okay, first question discharge find out cheyanana. Then next the percentage error if the opening is treated as a small orifice.
ഓക്കെ, അപ്പോൾ നമ്മൾ ലാർജ് ഓറിഫൈസിൻ്റെ അസംഷനിലാണ് ഇത് സോൾവ് ചെയ്യുക. ദെൻ സ്മോൾ ഓറിഫൈസ് ആണെങ്കിൽ ആ ഒരു പെർസെൻറ്റേജ് എറർ എങ്ങനെയായിരിക്കും? ഓക്കെ, അപ്പോൾ ആദ്യം സ്മോൾ ഓറിഫൈസ് കൺസിഡർ ചെയ്ത് അതിൻ്റെ ഇക്വേഷൻ, ഡിസ്ചാർജിൻ്റെ ഇക്വേഷൻ ഫൈൻഡ് ഔട്ട് ചെയ്യണം. ഓക്കെ, ദെൻ നമ്മൾ ഫൈൻഡ് ഔട്ട് ചെയ്താൽ ഡിസ്ചാർജ് ത്രൂ ദി ഓപ്പണിങ് അതിൻ്റെ രണ്ടും കൂടിയുള്ള ഒരു പെർസെൻറ്റേജ് എറർ ഫൈൻഡ് ഔട്ട് ചെയ്യാനാണ് സെക്കൻഡ് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, 16th B ക്വസ്റ്റ്യൻ പറഞ്ഞിരിക്കുന്നത് എ ഹൊറിസോണ്ടൽ പൈപ്പ് ക്യാരിയിങ് വാട്ടർ സഡൻലി ഇൻക്രീസസ് ഇറ്റ്സ് ഡയാമീറ്റർ ഫ്രം 15 to 30 centimeter. Find out the loss of head due to sudden increase in the diameter if the discharge through the pipe is 175 liters per second. Also find out the pressure difference between the two sections. ഓക്കെ, അപ്പോൾ ആ ഒരു രണ്ട് ഡയാമീറ്റർ തന്നിട്ടുണ്ട്. എക്സ്പാൻഷനാണ് ഇവിടെ സംഭവിച്ചിരിക്കുന്നത്, സഡൻ എക്സ്പാൻഷനാണ്. ഓക്കെ, 15 സെൻറ്റിമീറ്ററിൽ നിന്ന് 30 സെൻറ്റിമീറ്ററിലേക്ക് പൈപ്പ് ഡയ മാറിയിട്ടുണ്ട്. ദെൻ അവർ ഡിസ്ചാർജ് തന്നിട്ടുണ്ട്. നമുക്ക് ഫൈൻഡ് ഔട്ട് ചെയ്യേണ്ടത് ഫൈൻഡ് ദി ലോസ് ഓഫ് ഹെഡ് ആണ് ഫൈൻഡ് ഔട്ട് ചെയ്യേണ്ടത്. ദെൻ നമ്മളത് ഫൈൻഡ് ഔട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഓൾസോ ഫൈൻഡ് ഔട്ട് ദി പ്രഷർ ഡിഫറൻസ് ബിറ്റ്വീൻ ദി ടു സെക്ഷൻസ്. ആ രണ്ട് സെക്ഷൻസ് തമ്മിലുള്ള പ്രഷർ ഡിഫറൻസും കൂടെ ഫൈൻഡ് ഔട്ട് ചെയ്യണം. ഓക്കെ, അപ്പോൾ നമുക്ക് ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് ക്വസ്റ്റ്യൻ വരുന്നത് എ പൈപ്പ് ക്യാരിയിങ് വാട്ടർ ഹാസ് 30 centimeter by 15 centimeter വെഞ്ചുറി മീറ്റർ വിച്ച് ഈസ് പൊസിഷൻഡ് ഇൻക്ലൈൻഡ് അറ്റ് 30 degree ടു ദി ഹൊറിസോണ്ടൽ. ദ ഫ്ലോ ഈസ് അപ്വേർഡ്. ഓക്കെ, അപ്പോൾ വെഞ്ചുറി മീറ്ററിൻ്റെ ഡയമെൻഷൻ തന്നിരിക്കുന്നത് 30 centimeter by 15 centimeter ആണ്. ഓക്കെ, അപ്പോൾ വെഞ്ചുറി മീറ്റർ വരയ്ക്കുമ്പോൾ ഓക്കെ, അപ്പോൾ വെഞ്ചുറി മീറ്ററിൻ്റെ കൺവേർജിങ് പോർഷൻ, ദെൻ ത്രോട്ട് വരുന്ന, ദെൻ ഡൈവേർജിങ് പോർഷൻ. ഓക്കെ, അപ്പോൾ അതിൽ ഇൻലെറ്റ് വരുന്ന ഈ ഒരു പോർഷൻ്റെ ഡയ ആണ് 30 centimeter എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ 0.3 meter ആണ് ഇൻലെറ്റ് ഡയ വരുന്നത്. ദെൻ ത്രോട്ടിലത്തെ ഡയ ആണ് 0.15 meter എന്ന് പറയുന്നത്. ഓക്കെ, ഇനി ഇത് ഹൊറിസോണ്ടലായിട്ടാണ് ഈ വെഞ്ചുറി മീറ്റർ വരച്ചിരിക്കുന്നത്. ക്വസ്റ്റ്യനിൽ പറഞ്ഞിരിക്കുന്നത് വിച്ച് ഈസ് പൊസിഷൻ അറ്റ് ഇൻക്ലൈൻ 30 degree ഇൻക്ലൈൻഡ് ആയിട്ട് ഈ ഒരു പൊസിഷനിലാണ് വെഞ്ചുറി മീറ്റർ പ്ലേസ് ചെയ്തിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇൻക്ലൈൻഡ് അറ്റ് 30 degree ഇൻക്ലൈൻ ചെയ്തിട്ടാണ് വെഞ്ചുറി മീറ്റർ പ്ലേസ് ചെയ്തിരിക്കുന്നത് ടു ദി ഹൊറിസോണ്ടലായിട്ട് 30 degree ഇൻക്ലൈൻഡ് ആയിട്ടാണ് വെഞ്ചുറി മീറ്റർ പ്ലേസ് ചെയ്തിരിക്കുന്നത്. ദ കൺവേർജിങ് കോൺ ഈസ് 45 centimeter ലെങ്ത്. ഓക്കെ, അപ്പോൾ ഈ കൺവേർജിങ് കോൺ ഫ്ലോ അപ്വേർഡ് ഡയറക്ഷനിലാണ്. ഈ ഒരു കൺവേർജിങ് കോണിൻ്റെ ലെങ്ത് വരുന്നത് 45 centimeter ആണ്. ഓക്കെ, ഈ ഒരു കൺവേർജിങ് ചെയ്യുന്ന ആ ഒരു പോർഷൻ്റെ ലെങ്ത് ആണ് 45 centimeter. ആൻഡ് ദി കോഎഫിഷ്യൻ്റ് ഓഫ് ഡിസ്ചാർജ് ഓഫ് ദി മീറ്റർ ഈസ് 0.98. CD എന്ന് പറയുന്നത് 0.98 ആണ്. A differential U-tube manometer with a mercury as indicating fluid is connected to the inlet. Okay, ഒരു മാനോമീറ്റർ ഇൻലെറ്റ് ആയിട്ടും ത്രോട്ട് ആയിട്ടും കണക്ട് ചെയ്തിട്ടൊരു മാനോമീറ്റർ ഉണ്ട്. അതിൻ്റെ റീഡിങ് വരുന്നത്, അതായത് ഡിഫറൻഷ്യൽ കോളം ഹൈറ്റ് വരുന്നത് 30 centimeter ആണ്. അപ്പോൾ ഈ ഒരു എക്സ് എന്ന് പറയുന്ന ഈ ഒരു വാല്യൂ വരുന്നതാണ് 30 centimeter. ഓക്കെ, 30 centimeter ഓർ 0.3 meter. ഓക്കെ, ഇനി ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത് കാൽക്കുലേറ്റ് ദ ഡിസ്ചാർജ് ഇൻ ദി പൈപ്പ്. പൈപ്പിലെ ഡിസ്ചാർജ് ഫൈൻഡ് ഔട്ട് ചെയ്യണം. ഓക്കെ, അപ്പോൾ ക്യൂവിൻ്റെ ഒരു ഇക്വേഷൻ ഉണ്ട്. ക്യൂവിൻ്റെ ഇക്വേഷൻ Q ഈസ് ഈക്വൽ ടു CD ഇൻറ്റു A1 A2 √2GH ഡിവൈഡഡ് ബൈ റൂട്ട് ഓഫ് A1 സ്ക്വയർ മൈനസ് A2 സ്ക്വയർ. ഓക്കെ, അപ്പോൾ ഇതാണ് വെഞ്ചുറി മീറ്ററിൻ്റെ ഡിസ്ചാർജിൻ്റെ ഇക്വേഷൻ. ഓക്കെ, അപ്പോൾ ആ ഒരു ഇക്വേഷൻ യൂസ് ചെയ്തിട്ട് ഡിസ്ചാർജ് ഫൈൻഡ് ഔട്ട് ചെയ്യണം. ഓക്കെ, ഇനി നമുക്ക് ക്വസ്റ്റ്യനിൽ പറഞ്ഞിരിക്കുന്നത് ഇഫ് ദ പ്രഷർ അറ്റ് ദി ഇൻലെറ്റ് സെക്ഷൻ ഈസ് 50 kPa. ഇൻലെറ്റ് സെക്ഷൻ എന്ന് പറയുന്നത് ഈ ഒരു ഇൻലെറ്റ് സെക്ഷനിലെ പ്രഷർ എന്ന് പറയുന്നത് P1 എന്ന് പറയുന്ന പ്രഷർ 50 kPa ആണെങ്കിൽ 50 kPa ആണെങ്കിൽ ത്രോട്ടിൽ വരുന്ന പ്രഷർ എത്രയാണ്? അതായത് ഇവിടുത്തെ P1 50 kPa ആണെന്ന് നമുക്കറിയാം, ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്, ഗിവൺ ആണ്. ഓക്കെ, P2 എന്ന് പറയുന്നത് ഈ ത്രോട്ടിലെ പ്രഷർ ഫൈൻഡ് ഔട്ട് ചെയ്യാനാണ് ക്വസ്റ്റ്യൻ. ഓക്കെ, ആദ്യം ഡിസ്ചാർജ് ഫൈൻഡ് ഔട്ട് ചെയ്യണം. ഈ ഒരു ഇക്വേഷൻ യൂസ് ചെയ്ത് ഡിസ്ചാർജ് ഫൈൻഡ് ഔട്ട് ചെയ്യണം. ദെൻ ഇൻലെറ്റിലെ പ്രഷർ തന്നു, ത്രോട്ടിലത്തെ പ്രഷർ ഫൈൻഡ് ഔട്ട് ചെയ്യണം. P2 ഫൈൻഡ് ഔട്ട് ചെയ്യണം. ഇനി ഫൈൻഡ് ഔട്ട് ചെയ്യാനുള്ളത് ഫൈൻഡ് ദി ഹെഡ് ലോസ് ഇൻ ദി കൺവേർജിങ് സെക്ഷൻ ഓഫ് ദി വെഞ്ചുറി മീറ്റർ. വെഞ്ചുറി മീറ്ററിൻ്റെ കൺവേർജിങ് സെക്ഷനാണ് ഈ ഒരു സെക്ഷൻ. ഈ സെക്ഷനിൽ വരുന്ന ഹെഡ് ലോസ് ഫൈൻഡ് ഔട്ട് ചെയ്യണം. ഓക്കെ, അപ്പോൾ അതിനൊരു ഇക്വേഷൻ ഉണ്ട്. ഹെഡ് ലോസ് ഇസ് ഈക്വൽ ടു H ഇൻറ്റു 1 - CD സ്ക്വയർ ആണ്. ഓക്കെ, അപ്പോൾ ആ ഒരു ഇക്വേഷൻ യൂസ് ചെയ്തിട്ട് കൺവേർജിങ് സെക്ഷനിലെ ഹെഡ് ലോസ് ഫൈൻഡ് ഔട്ട് ചെയ്യണം. അപ്പോൾ നമുക്ക് ആദ്യം ക്വസ്റ്റ്യനിലേക്ക് കടക്കാം. ആദ്യം നമുക്ക് ഡിസ്ചാർജ് ആണ് ഫൈൻഡ് ഔട്ട് ചെയ്യാനുള്ളത്. പൈപ്പിലെ ഡിസ്ചാർജ് ആണ് ഫൈൻഡ് ഔട്ട് ചെയ്യാനുള്ളത്. അപ്പോൾ ആ ഇക്വേഷൻ Q is equal to CD into A1 A2 √2GH divided by root of A1 square minus A2 square. ഓക്കെ, ഈ ഒരു ഇക്വേഷൻ നമ്മൾ ബൈ ഹാർട്ട് പഠിക്കേണ്ട ഇക്വേഷൻ ആണ്.
ഓക്കെ, ഇമ്പോർട്ടൻ്റ് ആണ്. ഡിസ്ചാർജ് ത്രൂ ദി വെഞ്ചുറിമീറ്റർ എന്ന് പറയുമ്പോൾ ഇക്വേഷൻ എഴുതേണ്ടത് Q is equal to CD into A1A2 root 2GH divided by root of A1 square minus A2 square. ഓക്കെ, അപ്പോൾ അതിലാദ്യം ഏരിയ ഓഫ് ദി ഇൻലെറ്റ് സെക്ഷൻ A1 എന്ന് പറയുന്നത് ഇൻലെറ്റിൽ വരുന്ന ഏരിയ ആണ്. ഓക്കെ, അപ്പോൾ ഇൻലെറ്റിലെ ഡയാമീറ്റർ നമുക്ക് തന്നിട്ടുള്ളത് D1 എന്ന് പറയുന്നത് 30 സെൻറ്റിമീറ്റർ ആണ് ഇൻലെറ്റിലെ ഡയ. അപ്പോൾ D1 is equal to 30 സെൻറ്റിമീറ്റർ ആണ്. ദെൻ ത്രോട്ടിലെ ഡയ D2 എന്ന് പറയുന്നത് 30 സെൻറ്റിമീറ്റർ ബൈ 15 സെൻറ്റിമീറ്റർ ആണ്. അപ്പോൾ അതിലെ ഡയ ഓഫ് ഇൻലെറ്റിലെ ഡയ ആണ് ഈ 30 സെൻറ്റിമീറ്റർ. ദെൻ ത്രോട്ടിൽ വരുന്ന ഡയ ആണ് 15 സെൻറ്റിമീറ്റർ. ഓക്കെ, ഇൻലെറ്റ് എന്ന് പറയുന്ന ഈ ഒരു പോർഷനിലെ ഡയ ആണ് 30 സെൻറ്റിമീറ്റർ. ദെൻ ത്രോട്ട് ഈ ഒരു പോർഷനിൽ വരുന്ന ഡയ ആണ് 15 സെൻറ്റിമീറ്റർ. ഓക്കെ, അപ്പോൾ ഈ ഒരു ഇക്വേഷനിൽ ആദ്യം നമുക്ക് ഫൈൻഡ് ഔട്ട് ചെയ്യാനുള്ളത് A1 ആണ്. അപ്പോൾ A1 എന്ന് പറയുന്നത് ഏരിയ ഓഫ് ദി ഇൻലെറ്റ് ഓഫ് ദി വെഞ്ചുറിമീറ്റർ. വെഞ്ചുറിമീറ്ററിൻ്റെ ഇൻലെറ്റിലെ ഏരിയ π/4 D1 സ്ക്വയർ. ഓക്കെ, D1 എന്ന് പറയുന്നത് 30 സെൻറ്റിമീറ്റർ ആണ്. 30 സെൻറ്റിമീറ്റർ എന്ന് പറയുമ്പോൾ 0.3 മീറ്റർ. ഓക്കെ, അപ്പോൾ π/4 ഇൻറ്റു 0.3 സ്ക്വയർ. ഓക്കെ, അപ്പോൾ അത് ചെയ്യുമ്പോൾ ഇൻലെറ്റിൻ്റെ ഏരിയ കിട്ടും. ദെൻ ഏരിയ ഓഫ് ദി ത്രോട്ട് ഓഫ് ദി വെഞ്ചുറിമീറ്റർ A2 എന്ന് പറയുന്നത് D2 എന്ന് പറയുന്നത് 15 സെൻറ്റിമീറ്റർ ആണ്. D2 is equal to 15 സെൻറ്റിമീറ്റർ. സോ A2 എന്ന് പറയുന്നത് π/4 ഇൻറ്റു 0.15 സ്ക്വയർ. ഓക്കെ, അപ്പോൾ അത് ചെയ്യുമ്പോൾ ത്രോട്ടിലത്തെ ഏരിയ കിട്ടും. ഇനി CD എന്ന് പറയുന്നത് കോഎഫിഷ്യൻ്റ് ഓഫ് ഡിസ്ചാർജ് നമുക്ക് ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട് 0.98. ഓക്കെ, പിന്നെ ഈ ഒരു H എന്ന് പറയുന്നത് ഈ ഒരു എക്സ് ആയിട്ട് എപ്പോഴും കൺഫ്യൂഷൻ വരാറുണ്ട്. എച്ചും എക്സും വേറെയാണ്. എക്സ് എന്ന് പറയുന്നത് ആ ഒരു പ്രഷർ ഡ്രോപ്പാണ്. എച്ച് എന്ന് പറയുന്നത് ഡിഫറൻസ് ബിറ്റ്വീൻ പ്രഷർ ഹെഡ് അറ്റ്സ് ഇൻലെറ്റ് ആൻഡ് ത്രോട്ട് ഓഫ് ദി വെഞ്ചുറിമീറ്റർ. ഇൻലെറ്റിലും ത്രോട്ടിലും ആ പ്രഷർ ഡിഫറൻസിൻ്റെ ടേമാണ് എച്ച് എന്ന് പറയുന്നത്. ആൻഡ് ഇറ്റ് ഈസ് നോൺ ആസ് വെഞ്ചുറി ഹെഡ്. എച്ച് എന്ന് പറയുന്നത് വെഞ്ചുറി ഹെഡ് എന്നും അറിയും. ഓക്കെ, എക്സ് എന്ന് പറയുന്നത് നമുക്ക് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. എക്സ് എന്ന് പറയുന്നത് 30 സെൻറ്റിമീറ്റർ ആണ്, 30 ആണ്. ഓക്കെ, അപ്പോൾ ഈ എക്സ് എന്ന് പറയുന്നത് 30 സെൻറ്റിമീറ്റർ അല്ലെങ്കിൽ 0.3 മീറ്റർ ആണ്. ഓക്കെ, അപ്പോൾ നമുക്ക് ആ ഒരു എക്സിൻ്റെ മാനോമീറ്ററിൻ്റെ പ്രഷർ ഡിഫറൻസ് എന്ന് പറയുന്ന ആ ഒരു എക്സ് ടേം യൂസ് ചെയ്തിട്ട് നമുക്ക് എച്ച് ഫൈൻഡ് ഔട്ട് ചെയ്യാം. ഓക്കെ, അപ്പോൾ എച്ചും എക്സും കണക്ട് ചെയ്യുന്ന ഒരു ഇക്വേഷനാണ് H is equal to X ഇൻറ്റു SM എന്ന് പറയുന്നത് മെർക്കുറിയുടെ സ്പെസിഫിക് ഗ്രാവിറ്റി ആണ്. ദെൻ S എന്ന് പറയുന്നത് വാട്ടറിൻ്റെ സ്പെസിഫിക് ഗ്രാവിറ്റി -1. ഓക്കെ, അപ്പോൾ ഈ ഒരു ഇക്വേഷൻ യൂസ് ചെയ്തിട്ട് നമുക്ക് സ്മോൾ h വെഞ്ചുറി ഹെഡ് അല്ലെങ്കിൽ ഡിഫറൻസ് ബിറ്റ്വീൻ പ്രഷർ ഹെഡ് അറ്റ് ഇൻലെറ്റ് ആൻഡ് ഔട്ട്ലെറ്റ് നമുക്ക് ഫൈൻഡ് ഔട്ട് ചെയ്യാം. ഓക്കെ, അപ്പോൾ അതിനാദ്യം SM എന്ന് പറയുന്നത് 13.6 ആണ് മെർക്കുറിയുടെ. M എന്ന് പറയുന്നത് മെർക്കുറിയുടെ സ്പെസിഫിക് ഗ്രാവിറ്റി ആണ്. അപ്പോൾ അത് 13.6 ആണ്. ദെൻ S എന്ന് പറയുന്നത് വാട്ടറിൻ്റെ സ്പെസിഫിക് ഗ്രാവിറ്റി 1 ആണ്. ഓക്കെ, അപ്പോൾ H is equal to X എന്ന് പറയുന്നത് 0.3 മീറ്റർ. അപ്പോൾ 0.3 ഇൻറ്റു SM 13.6 ബൈ S എന്ന് പറയുന്നത് 1 - 1. ഓക്കെ, അപ്പോൾ ഇത് ചെയ്യുമ്പോൾ നമുക്ക് Hൻ്റെ വാല്യൂ കിട്ടും 3.78 മീറ്റർ ഓഫ് വാട്ടർ. ഓക്കെ, 3.78 മീറ്റർ ഓഫ് വാട്ടർ ആണ് വരിക. ഓക്കെ, ഇതിൽ ഏരിയ ഓഫ് ഇൻലെറ്റ് ഏരിയ വരുന്നത് 0.0707 മീറ്റർ. ദെൻ ഏരിയ ഓഫ് ത്രോട്ട് വരുന്നത് 0.0177 മീറ്റർ. ഓക്കെ, അപ്പോൾ നമ്മൾ എല്ലാ ടേമും ഫൈൻഡ് ഔട്ട് ചെയ്തിട്ടുണ്ട്. ഇനി ജസ്റ്റ് ഈ ഒരു ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതി. Q എന്ന് പറയുന്ന ഈ ഒരു ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതി. ഓക്കെ, അപ്പോൾ Q is equal to CD ഇൻറ്റു A1A2 root 2GH ഡിവൈഡഡ് ബൈ റൂട്ട് ഓഫ് A1 സ്ക്വയർ മൈനസ് A2 സ്ക്വയർ. ഇതാണ് ഇക്വേഷൻ. അതിൽ CD എന്ന് പറയുന്നത് 0.98 ആണ്. ജസ്റ്റ് നമ്മൾ ഫൈൻഡ് ഔട്ട് ചെയ്ത വാല്യൂസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ഓക്കെ, A1 എന്ന് പറയുന്നത് 0.070 ആണ്. A2 എന്ന് പറയുന്നത് 177 ഇൻറ്റു റൂട്ട് ഓഫ് 2 ഇൻറ്റു G എന്ന് പറയുന്നത് 9.81 ഇൻറ്റു H നമ്മൾ ഫൈൻഡ് ഔട്ട് ചെയ്തത് 3.78. ഓക്കെ, 3.78 ഡിവൈഡഡ് ബൈ റൂട്ട് ഓഫ് A1 സ്ക്വയർ എന്ന് പറയുമ്പോൾ
0.0707 സ്ക്വയർ മൈനസ് 0.0177 സ്ക്വയർ. ഓക്കെ, അപ്പോൾ ഇത് സോൾവ് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ഡിസ്ചാർജ് ത്രൂ ദി പൈപ്പിൻ്റെ വാല്യൂ കിട്ടും. ഓക്കെ, ഡിസ്ചാർജ് ത്രൂ ദി പൈപ്പ് എന്ന് പറയുന്നത് 0.154 മീറ്റർ ക്യൂബ് പെർ സെക്കൻഡ് ആണ്, വിച്ച് ഇസ് ഈക്വൽ ടു ഇൻറ്റു 1000 ചെയ്യുമ്പോൾ നമുക്ക് ലിറ്റർ പെർ സെക്കൻഡിൽ കിട്ടും. അപ്പോൾ 154 ലിറ്റേഴ്സ് പെർ സെക്കൻഡ് ആണ് ആ പൈപ്പിലൂടെയുള്ള ഡിസ്ചാർജ്. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് ക്വസ്റ്റ്യൻ കഴിഞ്ഞു. 15th ക്വസ്റ്റ്യൻ്റെ ഒന്നാമത്തെ സബ് ക്വസ്റ്റ്യൻ ആയിരുന്നത് ഡിസ്ചാർജ് ത്രൂ ദി പൈപ്പ് ഫൈൻഡ് ഔട്ട് ചെയ്യാനായിരുന്നു. അത് കഴിഞ്ഞു. ഇനി നമുക്ക് ഫൈൻഡ് ഔട്ട് ചെയ്യാനുള്ളത് ഇൻലെറ്റിലെ പ്രഷർ 50 കിലോ പാസ്കലാന്ന് തന്നു. ദെൻ ത്രോട്ടിൽ വരുന്ന പ്രഷർ ഫൈൻഡ് ഔട്ട് ചെയ്യണം. ഓക്കെ, അപ്പോൾ അതിന് നമ്മൾ യൂസ് ചെയ്യുന്നത് ബെർണോളിസ് ഇക്വേഷൻ ആണ്. P/ρg പ്ലസ് V1 സ്ക്വയർ ബൈ 2g പ്ലസ് Z1 ഈസ് ഈക്വൽ ടു P2/ρg പ്ലസ് V2 സ്ക്വയർ ബൈ 2g പ്ലസ് Z2. ഓക്കെ, അപ്പോൾ അതിൽ V1 സ്ക്വയറിൻ്റെയും V2 സ്ക്വയറിൻ്റെയും ടേം റൈറ്റ് സൈഡിലേക്ക് കൊണ്ടുപോയി കഴിഞ്ഞാൽ ബാക്കി റിമൈനിങ് ടേംസ് വരുന്നത് P1/ρg മൈനസ് P2/ρg, ഓക്കെ, പ്ലസ് Z1 മൈനസ് Z2 വിച്ച് ഇസ് ഈക്വൽ ടു V2 സ്ക്വയർ ബൈ 2g മൈനസ് V1 സ്ക്വയർ. ഓക്കെ, അപ്പോൾ ഈ ഒരു ടേമാണ് ഹെഡ് ഡിഫറൻസ് ബിറ്റ്വീൻ ഇൻലെറ്റ് ആൻഡ് ത്രോട്ട്. ഹെഡ് ഡിഫറൻസ് ബിറ്റ്വീൻ ഇൻലെറ്റ് ആൻഡ് ത്രോട്ട് എന്ന് പറയുന്നതാണ് P1/ρg മൈനസ് P2/ρg പ്ലസ് Z1 മൈനസ് Z2. ഓക്കെ, അപ്പോൾ നമ്മളിതിനെ കമ്പൈൻ ചെയ്തിട്ട് നമ്മളതിനെ പീസോമെട്രിക് ഹെഡ് എന്നാണ് പറയുക. ഓക്കെ, നമുക്ക് ഫൈൻഡ് ഔട്ട് ചെയ്യേണ്ടത് ഹെഡ് ഡിഫറൻസ് ബിറ്റ്വീൻ ഇൻലെറ്റ് ആൻഡ് ത്രോട്ട്, H ആണ് നമുക്ക് ഫൈൻഡ് ഔട്ട് ചെയ്യേണ്ടത്. ഓക്കെ, അപ്പോൾ ഇതിൽ P1 നമുക്ക് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്, P2. ഓക്കെ, അപ്പോൾ ഈ ഒരു ടേം കൺസിഡർ ചെയ്യേണ്ട. ഇത് രണ്ടും ഈ ഒരു ടേം വിച്ച് ഇസ് ഈക്വൽ ടു V2 സ്ക്വയർ ബൈ 2g മൈനസ് V1 സ്ക്വയർ ബൈ 2g ഈസ് ഈക്വൽ ടു H എന്നാണ്. ഓക്കെ, അപ്പോൾ അതിൽ നമ്മൾ ഈ ഒരു ടേം മാത്രം കൺസിഡർ ചെയ്യാണ്, വെലോസിറ്റി ഹെഡ് നമ്മൾ കൺസിഡർ ചെയ്യണില്ല. ഓക്കെ, അപ്പോൾ P1 നമുക്ക് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്, P2 നമുക്ക് ഫൈൻഡ് ഔട്ട് ചെയ്യാനുള്ളത്, H നമ്മൾ ഫൈൻഡ് ഔട്ട് ചെയ്തിട്ടുണ്ട്. ഓക്കെ, H നമ്മൾ ഫൈൻഡ് ഔട്ട് ചെയ്തത് 3.78 ആണ്. ഓക്കെ, അപ്പോൾ H 3.78 ആണ്. ദെൻ P1 ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട് 50 കിലോ പാസ്കലാണ്. ഓക്കെ, അപ്പോൾ P1 50 കിലോ പാസ്കലാണ്. P2 ഫൈൻഡ് ഔട്ട് ചെയ്യാനാണ് നമ്മളടുത്ത് ചോദിച്ചിരിക്കുന്നത്. ഇനി Z1 മൈനസ് Z2, ആ ഒരു ടേം നമുക്ക് ഫൈൻഡ് ഔട്ട് ചെയ്യണം. അപ്പോൾ അതിൽ നമുക്ക് ക്വസ്റ്റ്യനിൽ ഒരു ഹിൻറ്റ് തന്നിട്ടുണ്ട്. ക്വസ്റ്റ്യനിൽ തന്നിട്ടുള്ളത് 30 ഡിഗ്രിയാണ് വെഞ്ചുറി മീറ്റർ ഇൻക്ലൈൻഡ് ആയിട്ടുള്ളത്. ദെൻ കൺവേർജിങ് കോണിൻ്റെ ലെങ്ത്ത് 45 സെൻറ്റിമീറ്റർ ആണ്. ഓക്കെ, അപ്പോൾ അതാണ് ഇവിടെ അപ്ലൈ ചെയ്തിരിക്കുന്നത്. 30 ഡിഗ്രി ഇൻക്ലൈൻ ചെയ്തിട്ടുള്ള ഒരു ട്രയാങ്കിൾ വരച്ചു. ഓക്കെ, അപ്പോൾ ഇവിടെ ഈ ഒരു സെക്ഷൻ 1, 2 കൺസിഡർ ചെയ്യുകയാണെങ്കിൽ ഈ കൺവേർജ് ചെയ്യുന്ന ഈ ഒരു പോർഷൻ്റെ ലെങ്ത്ത് 45 സെൻറ്റിമീറ്റർ ആണെന്ന് തന്നു. ദെൻ ഇവിടുത്തെ ആംഗിൾ 30 ഡിഗ്രി ആണെന്ന് തന്നു. ഓക്കെ, അപ്പോൾ അത് ഫിഗറിലേക്ക് വരച്ചതാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. സെക്ഷൻ 1-ൻ്റെയും സെക്ഷൻ 2-ൻ്റെയും ത്രോട്ടാണ് സെക്ഷൻ 2 ആൻഡ് ഇൻലെറ്റ് ആണ് സെക്ഷൻ 1. ഓക്കെ, അപ്പോൾ ഇൻലെറ്റും സെക്ഷൻ ത്രോട്ടും തമ്മിലുള്ള ആ ഒരു ഡിസ്റ്റൻസ് ആണ് 0.45 മീറ്റർ. ഓക്കെ, അപ്പോൾ 0.45 മീറ്റർ ഹൈപ്പോട്ടന്യൂസ് വന്നു. ദെൻ Z1 എന്ന് പറയുന്നതാണ് ഇൻലെറ്റിൽ ഡാറ്റം ഹെഡ് വരുന്നത് Z1 ആണ്. ദെൻ ത്രോട്ടിലെ ഡാറ്റം ഹെഡ് വരുന്നത് Z2 ആണ്. ഓക്കെ, നമുക്ക് ഫൈൻഡ് ഔട്ട് ചെയ്യാനുള്ള ടേം എന്ന് പറയുന്നത്, ഓക്കെ, ഈ ഒരു ഇക്വേഷനിലെ Z1 മൈനസ് Z2 അല്ലെങ്കിൽ Z2 മൈനസ് Z1 ആണ് നമുക്ക് ഫൈൻഡ് ഔട്ട് ചെയ്യേണ്ടത്. ഓക്കെ, അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ഈ Z2-ൽ നിന്ന് ഈ ടോട്ടൽ ഡിഫറൻസിൽ നിന്ന് ഈ ഒരു ഡിഫറൻസ് മൈനസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു ചെറിയ ഡിഫറൻസ് Z2 മൈനസ് Z1 കിട്ടും. ഓക്കെ, അപ്പോൾ Z2 മൈനസ് Z1 ആണ് ഈ ഒരു ട്രയാങ്കിൾ കൺസിഡർ ചെയ്യുമ്പോൾ ഇവിടെ ഒരു ട്രയാങ്കിൾ കൺസിഡർ ചെയ്യണം. ഓക്കെ, ഈ 1, 2 സെക്ഷൻ 1 നിന്നും സെക്ഷൻ 2-നെയും കണക്ട് ചെയ്ത് നമ്മളൊരു ട്രയാങ്കിൾ കൺസിഡർ ചെയ്യാണ്. കൺവേർജിങ് പോർഷൻ്റെ 0.45 മീറ്റർ ആണെന്ന് തന്നിട്ടുണ്ട്. ദെൻ ഇവിടുത്തെ ആംഗിൾ 30 ഡിഗ്രി ആണെന്ന് തന്നിട്ടുണ്ട്. ഈ ഒരു ഡെപ്ത് വരുന്നത് Z2 ആണ് ടോട്ടൽ. ദെൻ Z1 മൈനസ് ചെയ്ത് കഴിഞ്ഞാൽ Z2 മൈനസ് Z1 ആണ് ഈ ഒരു ഡെപ്ത് വരുന്നത്. ഓക്കെ, അപ്പോൾ നമ്മളിതിൽ sin 30 എടുക്കുകയാണെങ്കിൽ sin 30 ഈസ് ഈക്വൽ ടു sin 30 ഓപ്പോസിറ്റ് സൈഡ് ബൈ ഹൈപ്പോട്ടന്യൂസ്. അപ്പോൾ Z2 മൈനസ് Z1 ബൈ 0.45. ഓക്കെ, അപ്പോൾ അതിൽ നിന്ന് Z2 മൈനസ് Z1 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 0.45 ഇൻറ്റു sin 30 ആയിരിക്കും. ഓക്കെ, 0.45 ഇൻറ്റു sin 30. അപ്പോൾ Z2 മൈനസ് Z1 ഈസ് ഈക്വൽ ടു 0.45 ഇൻറ്റു sin 30.
സൈൻ 30യുടെ വാല്യൂ 1/2 ആണ്. സോ 0.45 ഇൻറ്റു 1/2 അതാണ് Z2 മൈനസ് Z1. അപ്പോൾ ഈ ഒരു ഇക്വേഷനിൽ നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ P1 ഫസ്റ്റ് 50 കിലോ പാസ്കലാണ് തന്നിട്ടുണ്ട്. അപ്പോൾ 50 ഇൻറ്റു 10⁻³ പാസ്കൽ ബൈ റോ ഇൻറ്റു ജി. റോ എന്ന് പറയുന്നത് വാട്ടർ ആണ്. സോ 1000 ഇൻറ്റു 9.81. ഓക്കെ, എച്ച് എന്ന് പറയുന്നത് 3.78. ഓക്കെ, എച്ച് ഇസ് ഈക്വൽ ടു 3.78 ഇസ് ഈക്വൽ ടു 50 P1 ബൈ റോ ജി പ്ലസ് മൈനസ് P1 ബൈ റോ ജി മൈനസ് P2 ബൈ റോ ജി. P2 എന്ന് പറയുന്നതാണ് നമുക്ക് ഫൈൻഡ് ഔട്ട് ചെയ്യാനുള്ളത്. റോ ജി എന്ന് പറയുമ്പോൾ 1000 ഇൻറ്റു 9.81. ഓക്കെ, മൈനസ് Z2. ഓക്കെ, മൈനസ് കോമൺ എടുക്കുമ്പോൾ ഇവിടെ പ്ലസ് Z1ഉം പ്ലസ് Z2 ആണ്. ഓക്കെ, മൈനസ് ഈ ബ്രാക്കറ്റിൻ്റെ ഉള്ളിലേക്ക് പോകുമ്പോൾ മൈനസ് Z2 പ്ലസ് Z1 ആണ്. ഓക്കെ, അപ്പോൾ മൈനസ് Z2. ഓക്കെ, അപ്പോൾ ഈ ടേം ജസ്റ്റ് എഴുതുമ്പോൾ P1 ബൈ റോ ജി പ്ലസ് P2 ബൈ റോ ജി മൈനസ് P1 ബൈ റോ ജി മൈനസ് P2 ബൈ റോ ജി പ്ലസ് Z1 മൈനസ് Z2 വിച്ച് ഇസ് ഈക്വൽ ടു H. ഓക്കെ, അതിൽ P1 ബൈ റോ ജി നമ്മൾ എഴുതി, P2 ബൈ റോ ജി P2 ബൈ 1000 ഇൻറ്റു 9.81 എഴുതി. ഇനി നമുക്ക് കണ്ടുപിടിച്ചിട്ടുള്ളത് Z2 മൈനസ് Z1 ആണ്. ഓക്കെ, അപ്പോൾ നമുക്ക് ക്വസ്റ്റ്യനിൽ ഇവിടെ തന്നിരിക്കുന്നത് മൈനസ് Z1 പ്ലസ് മൈനസ് Z2 പ്ലസ് Z1 ആണ്. ഓക്കെ, അപ്പോൾ അത് നമ്മൾ തിരിച്ചെഴുതാം. അപ്പോൾ നെഗറ്റീവ് പുറത്തേക്ക് എടുത്തു കഴിഞ്ഞാൽ Z2 മൈനസ് Z1 വിച്ച് ഇസ് ഈക്വൽ ടു. ഓക്കെ, അപ്പോൾ Z2 മൈനസ് Z1 മൈനസ് ആയി. ഓക്കെ, അപ്പോൾ Z1 മൈനസ് Z2 ആയിരുന്നു. അപ്പോൾ നമ്മൾ ആദ്യം ഇതിൽ നിന്ന് ഫസ്റ്റത്തെ ടേമിൽ നിന്ന് മൈനസ് പുറത്തെടുത്ത് കഴിഞ്ഞാൽ മൈനസ് Z1 ആയി. മൈനസ് Z1ൽ നിന്ന് മൈനസ് പുറത്തെടുക്കുമ്പോൾ പ്ലസ് Z2 ആയി. സോ അപ്പോൾ അത് Z2 മൈനസ് Z1. അപ്പോൾ അതാണ് ഇവിടെ എഴുതിയത്. ഓക്കെ, അപ്പോൾ ഇതിൽ Z2 മൈനസ് Z1 നമ്മൾ എഴുതിയത് 0.45 ഇൻറ്റു 1/2. അപ്പോൾ 0.45/2 വിച്ച് ഇസ് ഈക്വൽ ടു 3.78 ആണ്. ഓക്കെ, 3.78 ആണ്. പിന്നെ ഇതിൽ നിന്ന് P2 നമുക്ക് ഫൈൻഡ് ഔട്ട് ചെയ്യണം. അപ്പോൾ P2 ഫൈൻഡ് ഔട്ട് ചെയ്യാൻ 3.78 ഈസ് ഈക്വൽ ടു 50 ഇൻറ്റു 10³ ബൈ 1000 ഇൻറ്റു 9.81. ഓക്കെ, ഇപ്പോൾ P2 ഫൈൻഡ് ഔട്ട് ചെയ്യാൻ ഈ ഒരു ടേം മാത്രം ലെഫ്റ്റ് സൈഡിലേക്ക് കൊണ്ടുപോവുക. 3.78 എന്ന് പറയുന്ന ഈ ടേമിനെ റൈറ്റ് സൈഡിലേക്ക് കൊണ്ടുപോകുക. അപ്പോൾ മൈനസ് 3.78 മൈനസ് 0.45/2 വിച്ച് ഈസ് ഈക്വൽ ടു P2നെ ലെഫ്റ്റ് സൈഡിലേക്ക് കൊണ്ടുപോകുമ്പോൾ P2 ബൈ 1000 ഇൻറ്റു 9.81. ഓക്കെ, അപ്പോൾ ഇത് കാൽക്കുലേറ്റ് ചെയ്തിട്ട് ഇൻറ്റു 1000 ഇൻറ്റു 9.81 ചെയ്യുമ്പോൾ നമുക്ക് P2 കിട്ടും. ഓക്കെ, P2ൻ്റെ യൂണിറ്റ് നമുക്ക് വരുന്നുണ്ടാവുക പാസ്കലിലായിരിക്കും. നമ്മൾ 50 കിലോ പാസ്കലിനെ ഇൻറ്റു 10⁻³ ചെയ്ത് പാസ്കലിലാണ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുത്തത്. ഓക്കെ, അപ്പോൾ അത് എല്ലാത്തിൻ്റെയും SI യൂണിറ്റിൽ വേണം നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കാൻ. പ്രഷറിൻ്റെ യൂണിറ്റ് പാസ്കലാണ്. അപ്പോൾ പാസ്കലിൽ നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ 50 ഇൻറ്റു 10⁻³ നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുത്തത്. അപ്പോൾ നമുക്ക് ആൻസർ വരുമ്പോഴും പാസ്കലിലായിരിക്കും വരാം. ഓക്കെ, അപ്പോൾ P2ൻ്റെ ആൻസർ വരാം 0.95 പാസ്കലാണ്. ഓക്കെ, അപ്പോൾ അത് കിലോ പാസ്കലിലേക്ക് കൺവേർട്ട് ചെയ്യുമ്പോൾ 10.710 കിലോ പാസ്കൽ. ഓക്കെ, അപ്പോൾ അതാണ് പ്രഷർ വരുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് നെക്സ്റ്റ് ഫൈൻഡ് ഔട്ട് ചെയ്യാനുള്ളത് എന്താ? ഫസ്റ്റ് ഡിസ്ചാർജ് നമ്മൾ ഫൈൻഡ് ഔട്ട് ചെയ്തു. ഇനി ഇൻലെറ്റിലെ പ്രഷർ തന്നു, നമുക്ക് ത്രോട്ടിലെ പ്രഷർ ഫൈൻഡ് ഔട്ട് ചെയ്യണം. നമ്മൾ ഫൈൻഡ് ഔട്ട് ചെയ്തു. ഇനി ഫൈൻഡ് ഔട്ട് ചെയ്യാനുള്ളത് ഹെഡ് ലോസ് ഇൻ ദി കൺവേർജിങ് സെക്ഷൻ. കൺവേർജിങ് സെക്ഷൻ്റെ ഹെഡ് ലോസ് ഫൈൻഡ് ഔട്ട് ചെയ്യാനുള്ള ഇക്വേഷൻ എന്ന് പറയുന്നത് H ഇൻറ്റു 1 മൈനസ് CD² ആണ്. ഓക്കെ, കൺവേർജിങ് സെക്ഷനിലെ ഹെഡ് ലോസ് ഫൈൻഡ് ഔട്ട് ചെയ്യാനുള്ള ഇക്വേഷൻ. ഓക്കെ, അപ്പോൾ ആ ഒരു ഇക്വേഷൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ H എന്ന് പറയുന്നത് 3.78 ആണ്. 3.78 ഇൻറ്റു 1 മൈനസ് കോഎഫിഷ്യൻ്റ് ഓഫ് ഡിസ്ചാർജിൻ്റെ വാല്യൂ 0.98. ഓക്കെ, 0.98 സ്ക്വയർ. ഓക്കെ, ഇപ്പോൾ ഇത് ചെയ്യുമ്പോൾ നമുക്ക് ആൻസർ കിട്ടാം 0.15 മീറ്റർ ആണ്. ഓക്കെ, 0.15 മീറ്റർ ഓഫ് വാട്ടർ. ഹെഡ് ലോസ് ഇൻ ദി കൺവേർജിങ് സെക്ഷൻ ഓഫ് ദി വെഞ്ചുറി മീറ്റർ എന്ന് പറയുമ്പോൾ നമ്മൾ യൂസ് ചെയ്യേണ്ട ഇക്വേഷൻ HL is equal to H minus
എച്ച് എൽ ഈസ് ഈക്വൽ ടു എച്ച് ഇൻറ്റു 1 മൈനസ് സി ഡി സ്ക്വയർ. നമ്മൾ അപ്ലൈ ചെയ്യേണ്ട ഇക്വേഷൻ അതാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് ആൻസർ വരാം 0.15 മീറ്റർ ഓഫ് വാട്ടർ ആണ്. ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കുമ്പോൾ 16th ക്വസ്റ്റ്യൻ്റെ 2 ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു. 16th എ ക്വസ്റ്റ്യനും ബി ക്വസ്റ്റ്യനും ഉണ്ടായിരുന്നു. അപ്പോൾ എ ക്വസ്റ്റ്യനിൽ എ റിസർവോയർ ഡിസ്ചാർജസ് ത്രൂ എ സ്ലൂയിസ് 1.05 മീറ്റർ വിഡ്ത്ത് ആൻഡ് 1.35 മീറ്റർ ഡീപ്പ്. ഓക്കെ, ഒരു സ്ലൂയിസ് എടുത്തു. ഓക്കെ, അതിൻ്റെ ബ്രെഡ്ത്ത് പറഞ്ഞിരിക്കുന്നത് 1.05 മീറ്റർ ആൻഡ് ഡെപ്ത്ത് പറഞ്ഞിരിക്കുന്നത് 1.35 മീറ്റർ. ഓക്കെ, ദി ടോപ്പ് ഓഫ് ദി ഓപ്പണിംഗ് ഈസ് 0.61 മീറ്റർ ബിലോ ദി വാട്ടർ ലെവൽ ഇൻ ദി റിസർവോയർ. ഓക്കെ, അപ്പോൾ ഇതായിരുന്നു സ്ലൂയിസ്. ഇപ്പോൾ ഡിസ്ചാർജ് ചെയ്യുന്നത് സ്ലൂയിസിൻ്റെ ഫിഗറാണ് വരച്ചത്. ഓക്കെ, ഇപ്പോൾ നമ്മളൊരു റിസർവോയറിൻ്റെ സൈഡിൽ നിന്ന് ഡിസ്ചാർജ് ചെയ്യുമ്പോൾ റിസർവോയർ കൺസിഡർ ചെയ്ത് അതിലൊരു സ്ലൂയിസ് കൺസിഡർ ചെയ്യുമ്പോൾ അതിൻ്റെ ഡെപ്ത്ത് പറയുന്നത് 1.35 മീറ്റർ ആണ്. ഓക്കെ, ഇപ്പോൾ നമ്മൾ ജസ്റ്റ് ഫിഗറിൽ വരയ്ക്കുമ്പോൾ ഡെപ്ത്ത് 1.35, ദെൻ വിഡ്ത്ത് വരുന്നത് 1.05 മീറ്റർ. ഓക്കെ, ടോപ്പ് ഓഫ് ദി ഓപ്പണിംഗ് ഈസ് 0.61 മീറ്റർ ബിലോ ദി വാട്ടർ ലെവൽ. വാട്ടർ ലെവലിൽ നിന്ന് 0.61 മീറ്റർ ബിലോ ആണ്. ഓക്കെ, അപ്പോൾ വാട്ടർ ലെവൽ ഇവിടെയാണെന്ന് വിചാരിക്കാം. ഓക്കെ, അപ്പോൾ 0.61 മീറ്റർ ബിലോയിലാണ് ടോപ്പ് ഓഫ് ദി സ്ലൂയിസ് വരുന്നത്. അപ്പോൾ 0.61 മീറ്റർ. ആൻഡ് ദി ഡൗൺ സ്ട്രീം വാട്ടർ ലെവൽ ഈസ് ബിലോ ദി ബോട്ടം ഓഫ് ദി ഓപ്പണിംഗ്. ഡൗൺ സ്ട്രീമിലെ വാട്ടർ ലെവൽ എന്ന് പറയുന്നത് ഈ ഒരു ഓപ്പണിങ്ങിൻ്റെ ബിലോ ആണ് വരുന്നത്. ഓക്കെ, അപ്പോൾ ഇവിടെയാണ് ഡൗൺ സ്ട്രീമിലെ വാട്ടർ ലെവൽ വരുന്നത്, അതിൻ്റെ താഴെയാണ് വരുന്നത്. നമുക്ക് ഫൈൻഡ് ഔട്ട് ചെയ്യാനുള്ളത് എന്താ? ഡിസ്ചാർജ് ആണ് അഗെയിൻ ഫൈൻഡ് ഔട്ട് ചെയ്യാനുള്ളത്. ഡിസ്ചാർജ് ക്യൂ ഫൈൻഡ് ഔട്ട് ചെയ്യണം. ദെൻ ഫൈൻഡ് ഔട്ട് ചെയ്യാനുള്ളത് ദ പെർസെൻറ്റേജ് എറർ ഇഫ് ദ ഓപ്പണിംഗ് ഈസ് ട്രീറ്റഡ് ആസ് എ സ്മോൾ ഓറിഫൈസ്. നമ്മൾ ലാർജ് ഓറിഫൈസ് ആയിട്ട് കൺസിഡർ ചെയ്തിട്ടാണ് ഡിസ്ചാർജ് ഫൈൻഡ് ഔട്ട് ചെയ്യുന്നത്. ഓക്കെ, സെക്കൻഡ് ക്വസ്റ്റ്യൻ ചോദിച്ചത് പെർസെൻറ്റേജ് എറർ വെൻ ദ ഓപ്പണിംഗ് ഈസ് ട്രീറ്റഡ് ആസ് സ്മോൾ ഓറിഫൈസ്. ലാർജ് ഓറിഫൈസ് ആയിട്ട് നമ്മൾ ആദ്യം കൺസിഡർ ചെയ്തിട്ടാണ് എ ക്വസ്റ്റ്യൻ്റെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ്റെ ആൻസർ കണ്ടുപിടിക്കാം. ദെൻ സെക്കൻഡ് ക്വസ്റ്റ്യനിൽ നമ്മൾ സ്മോൾ ഓറിഫൈസ് ആയിട്ട് കൺസിഡർ ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ ഡിസ്ചാർജ് എങ്ങനെയാണ് വരാൻ നോക്കുക. ദെൻ പെർസെൻറ്റേജ് എറർ ഫൈൻഡ് ഔട്ട് ചെയ്യാം. ഓക്കെ, പെർസെൻറ്റേജ് എറർ ഫൈൻഡ് ഔട്ട് ചെയ്യാം. ഓക്കെ, അപ്പോൾ അതിനാദ്യം ഡിസ്ചാർജ് ത്രൂ ദി ഓപ്പണിങ്ങിൻ്റെ ഇക്വേഷൻ വരുന്നത് Q ഈസ് ഈക്വൽ ടു 2/3 CD ഇൻറ്റു B ഇൻറ്റു √2G H2 റേസ് ടു 3/2 മൈനസ് H1 റേസ് ടു 3/2. ലാർജ് ഓറിഫൈസിൻ്റെ ഇക്വേഷൻ ആണിത്. ഓക്കെ, അപ്പോൾ അതിൽ H2 വരുന്നത് ക്വസ്റ്റ്യനിൽ സ്ലൂയിസിൻ്റെ ടോപ്പിലേക്ക് വാട്ടർ ലെവലിൽ നിന്നുള്ള ഡെപ്ത് 0.61 മീറ്റർ ആണെന്ന് പറഞ്ഞു. അപ്പോൾ അതായത് H1 ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. H1 ഈസ് ഈക്വൽ ടു 0.61 മീറ്റർ ആണ്. ഓക്കെ, അതിൽ H2 എന്ന് പറയുന്നത് 0.61 പ്ലസ് H2 എന്ന് പറയുന്നത് ബോട്ടത്തിലേക്കുള്ള ഡെപ്താണ്. സോ ഇതിൻ്റെ സ്ലൂയിസിൻ്റെ ഡെപ്ത് ആഡ് ചെയ്യുക. 0.61ൻ്റെ കൂടെ ആ ഒരു ഡെപ്ത് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ H2 കിട്ടും. H2 എന്ന് പറയുന്നത് ഈ ഒരു മൊത്തം വാട്ടർ ലെവലിൽ നിന്ന് സ്ലൂയിസിൻ്റെ ബോട്ടത്തിലേക്കുള്ള ആ ഒരു ഡിസ്റ്റൻസ് ആണ് H2. ടോപ്പിലേക്കുള്ള ഡിസ്റ്റൻസ് ആണ് H1. ഓക്കെ, അപ്പോൾ നമുക്ക് H2 ആണ് ഫൈൻഡ് ഔട്ട് ചെയ്യുന്നത്. ടോപ്പിലേക്കുള്ളത് 0.61 ആണെങ്കിൽ ബോട്ടത്തേക്കുള്ളത് ആ ഒരു ഡെപ്തും കൂടെ ആഡ് ചെയ്താൽ മതി. ഓക്കെ, അപ്പോൾ ഇതിലെ ഡെപ്ത് വരുന്നത് 1.35. ഓക്കെ, 0.61 പ്ലസ് 1.35 ആഡ് ചെയ്യുമ്പോൾ നമുക്ക് H2 കിട്ടും. ഓക്കെ, H2ൻ്റെ വാല്യൂ വരാം 1.96 മീറ്റർ. ഓക്കെ, ഇനി ബ്രെഡ്ത്ത് നമുക്ക് ക്വസ്റ്റ്യനിൽ നമ്മൾ തന്നിട്ടുണ്ടായിരുന്നത് ബ്രെഡ്ത്ത് ഇസ് ഈക്വൽ ടു 1.05 മീറ്റർ. ഓക്കെ, 1.05 മീറ്റർ. ഓക്കെ, ഇപ്പോൾ ഡിസ്ചാർജ് ഇനി ജസ്റ്റ് ഈ ഒരു ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഡിസ്ചാർജ് ഫൈൻഡ് ഔട്ട് ചെയ്യാം. 2/3 ഇൻറ്റു CD 0.61 ആണ്. ഓക്കെ, ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ടായിരുന്നു 0.61 ആണ്. ഇൻറ്റു B എന്ന് പറയുന്നത് 1.05 ആണ്. ഇൻറ്റു √2G എന്ന് പറയുമ്പോൾ 2 ഇൻറ്റു 9.81. ഓക്കെ, ഇൻറ്റു H2 എന്ന് പറയുന്നത് 1.96 മീറ്റർ ആണ്. H1 എന്ന് പറയുന്നത് 0.61 ആണ്. ഓക്കെ, അപ്പോൾ ആദ്യം H2 എന്ന് പറയുന്നത് 1.96 റേസ് ടു 3/2 മൈനസ് 0.61 റേസ് ടു 3/2. ഓക്കെ, അപ്പോൾ ഈ ഒരു ഇത് സോൾവ് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ഡിസ്ചാർജിൻ്റെ വാല്യൂ വരും. വാല്യൂ കിട്ടുന്നത് 4.288 മീറ്റർ ക്യൂബ് പെർ സെക്കൻഡ് ആയിരിക്കും. ഓക്കെ, ഇത് ലാർജ് ഓറിഫൈസ് ആയിട്ട് നമ്മൾ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ വരുന്ന ആൻസർ ആണ് 4.288 മീറ്റർ ക്യൂബ് പെർ സെക്കൻഡ്. സെക്കൻഡ് ക്വസ്റ്റ്യൻ നമ്മളടുത്ത് ചോദിച്ചത് എന്താ? പെർസെൻറ്റേജ് എറർ ഫൈൻഡ് ഔട്ട് ചെയ്യാൻ എങ്ങനെയുള്ള കണ്ടീഷനിൽ ഇഫ് ദ ഓപ്പണിംഗ് ഈസ് ട്രീറ്റഡ് ആസ് സ്മോൾ ഓറിഫൈസ്.
സ്മോൾ ഓറിഫൈസ് ആയിട്ട് നമ്മൾ കൺസിഡർ ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഡിസ്ചാർജിൽ വരുന്ന ആ ഒരു പെർസെൻറ്റേജ് എറർ ഫൈൻഡ് ഔട്ട് ചെയ്യാം. ഓക്കെ, അപ്പോൾ ആദ്യം നമ്മൾ ലാർജ് ഓറിഫൈസിൻ്റെ ഫസ്റ്റ് നമ്മൾ കൺസിഡർ ചെയ്യുന്നത് ലാർജ് ഓറിഫൈസ് ആയിട്ടാണ്. അപ്പം നമ്മൾ ലാർജ് റെക്ടാങ്കുലർ ഓറിഫൈസിൻ്റെ ഇക്വേഷൻ യൂസ് ചെയ്തിട്ടാണ് ഫസ്റ്റ് ഈ ഒരു ഇതിൽ ഡിസ്ചാർജ് ഫൈൻഡ് ഔട്ട് ചെയ്തത്. ഓക്കെ, അപ്പോൾ ആ ഒരു ഡിസ്ചാർജ് ഫൈൻഡ് ഔട്ട് ചെയ്ത് കഴിഞ്ഞാൽ ദെൻ സ്മോൾ ഓറിഫൈസ് ആയിട്ട് കൺസിഡർ ചെയ്യുകയാണെങ്കിൽ വരുന്ന ഡിസ്ചാർജ് കണ്ടുപിടിക്കുക, ദെൻ അതിൻ്റെ പെർസെൻറ്റേജ് എറർ ഫൈൻഡ് ഔട്ട് ചെയ്യാം. ഓക്കെ, അപ്പോൾ സ്മോൾ ഓറിഫൈസ് ആകുമ്പോൾ അതിൻ്റെ ഇക്വേഷൻ വരാം Q1 ഈസ് ഈക്വൽ ടു CD ഇൻറ്റു B ഇൻറ്റു D ഇൻറ്റു √2GH ആണ് സ്മോൾ ഓറിഫൈസ് ആയിട്ട് കൺസിഡർ ചെയ്യുകയാണെങ്കിൽ വരുന്ന ഡിസ്ചാർജിൻ്റെ ഇക്വേഷൻ. സോ Q1 ഈസ് ഈക്വൽ ടു CD ഇൻറ്റു B ഇൻറ്റു D ഇൻറ്റു √2GH. അപ്പോൾ ഇതിൽ H വരുന്നത് H1 നമ്മൾ പറഞ്ഞു 0.61 ആണ്. H1 എന്ന് പറയുന്നത് ഈ ഒരു ഡെപ്ത് 0.61 ആണ്. H2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 0.6 പ്ലസ് ഈ ഒരു സ്ലൂയിസിൻ്റെ ഡെപ്ത് 1.35 ആഡ് ചെയ്യുമ്പോൾ അതായത് 1.96 ആണ് H2 എന്ന് പറയുന്ന ആ ഒരു ഡെപ്ത്. H എന്ന് പറയുന്നത് H1 പ്ലസ് ഈ ഒരു ഡെപ്തിൻ്റെ ഹാഫ് ചെയ്യുന്നതാണ് H എന്ന് പറയുന്ന ആ ഒരു ഡെപ്ത്. ഓക്കെ, അപ്പോൾ H എന്ന് പറയുമ്പോൾ 0.61 പ്ലസ് 1.35/2 ചെയ്യുമ്പോഴാണ് നമുക്ക് H കിട്ടുക, ക്യാപിറ്റൽ H. ഓക്കെ, അപ്പോൾ ക്യാപിറ്റൽ H എന്ന് പറയുന്നത് 1.285 മീറ്റർ. ഓക്കെ, ഇനി സിമ്പിളായിട്ട് ഈ ഒരു ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിയുമ്പോൾ സി ഡിയുടെ വാല്യൂ 0.61 ആണ്. ഓക്കെ, ബ്രെഡ്ത്ത് 1.05 ആണ്, ഡെപ്ത്ത് 1.35 ആണ്, ഇൻറ്റു റൂട്ട് ഇൻറ്റു G 9.81. ദെൻ നമ്മളിപ്പോൾ ഫൈൻഡ് ഔട്ട് ചെയ്ത H എന്ന് പറയുന്നത് 1.285. ഓക്കെ, അപ്പോൾ ഇത് സോൾവ് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് സ്മോൾ ഓറിഫൈസ് ആയിട്ട് ട്രീറ്റ് ചെയ്യുകയാണെങ്കിൽ വരുന്ന ഡിസ്ചാർജ് കിട്ടും. ഓക്കെ, അപ്പോൾ അതിൻ്റെ ആൻസർ വരാം 4.340 മീറ്റർ ക്യൂബ് പെർ സെക്കൻഡ് ആണ് സ്മോൾ ഓറിഫൈസ് ആയിട്ട് കൺസിഡർ ചെയ്ത് കഴിഞ്ഞാൽ വരുന്ന ഡിസ്ചാർജ്. നമ്മളടുത്ത് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത് ഇതല്ല, പെർസെൻറ്റേജ് എററാണ്. ഓക്കെ, അപ്പോൾ പെർസെൻറ്റേജ് എററിൻ്റെ ഇക്വേഷൻ എന്ന് പറയുമ്പോൾ Q1 മൈനസ് Q ഡിവൈഡഡ് ബൈ Q. നമ്മൾ ലാസ്റ്റ് ഫൈൻഡ് ഔട്ട് ചെയ്തത് Q1 സ്മോൾ ഓറിഫൈസിൻ്റെ Q1 എന്ന് പറയുന്നത് 4.340 മൈനസ് ലാർജ് ഓറിഫൈസ് ആയിട്ട് കൺസിഡർ ചെയ്തപ്പോൾ വന്ന Q എന്ന് പറയുന്നത് 4.288 ഡിവൈഡഡ് ബൈ 4.288. ഓക്കെ, അപ്പോൾ ഇത് ചെയ്യുമ്പോൾ നമുക്ക് ആ ഒരു പെർസെൻറ്റേജ് എറർ കിട്ടും. ഇപ്പോൾ ഇൻറ്റു 100 ചെയ്യുമ്പോൾ ആ ഒരു പെർസെൻറ്റേജ് എത്രയാണെന്ന് കിട്ടും. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ ആൻസർ വരാം 0.0121 ആണ്. ഓക്കെ, അപ്പോൾ നമ്മളത് ഇൻറ്റു 100 ചെയ്യുമ്പോൾ എത്ര പെർസെൻറ്റേജ് എററാന്ന് കിട്ടും. ഓക്കെ, അപ്പോൾ ഇതിൽ 1.21% എററാണ് സ്മോൾ ഓറിഫൈസ് ആയിട്ട് കൺസിഡർ ചെയ്യുമ്പോൾ വരുന്ന പെർസെൻറ്റേജ് ഓഫ് എറർ വരുന്നത് 1.21 ആയിരിക്കും. ഓക്കെ, ഇനി തേർഡ് ക്വസ്റ്റ്യൻ, 16th ക്വസ്റ്റ്യൻ്റെ സെക്കൻഡ് ക്വസ്റ്റ്യൻ, മൊത്തം ഈ ഒരു പാർട്ട് ബി എടുക്കുമ്പോൾ അതിലത്തെ തേർഡ് ക്വസ്റ്റ്യൻ. ഓക്കെ, അപ്പോൾ 16th ബി ക്വസ്റ്റ്യൻ വരുന്നത് എ ഹൊറിസോണ്ടൽ പൈപ്പ് ക്യാരിയിങ് വാട്ടർ സഡൻലി ഇൻക്രീസസ് ഇറ്റ്സ് ഡയാമീറ്റർ ഫ്രം 15 സെൻറ്റിമീറ്റർ ടു 13 സെൻറ്റിമീറ്റർ. ഓക്കെ, ആ ഒരു ഹൊറിസോണ്ടൽ ആയിട്ടുള്ള വാട്ടർ ക്യാരി ചെയ്യുന്ന ആ ഒരു പൈപ്പ് സഡൻ ആയിട്ട് അതിൻ്റെ ഡയാമീറ്റർ ഇൻക്രീസ് ആവാണ്. ഓക്കെ, അപ്പോൾ ഈ ഒരു സെക്ഷനിൽ ഇതിൻ്റെ D1 വരുന്നത് 0.15 മീറ്റർ ആണ്. ഈ ഒരു സെക്ഷനിൽ വരുന്നത് 0.15 മീറ്റർ. ഓക്കെ, ദെൻ എൻലാർജ് ചെയ്തതിന് ശേഷം വരുന്ന ആണ് 0.30 മീറ്റർ. ഓക്കെ, then find out the loss of head due to sudden increase in the diameter. ഡയമീറ്റർ സഡൻ ആയിട്ട് ഇൻക്രീസ് ചെയ്യുമ്പോൾ വരുന്ന ഹെഡ് ലോസ് ഫൈൻഡ് ഔട്ട് ചെയ്യാനാണ് ഫസ്റ്റ് ക്വസ്റ്റ്യൻ. ഓക്കെ, ഹെഡ് ലോസ് ഫൈൻഡ് ഔട്ട് ചെയ്യുന്നതാണ് ഫസ്റ്റ് ക്വസ്റ്റ്യൻ. ദെൻ ഡിസ്ചാർജ് ത്രൂ ദി പൈപ്പ് ഈസ് 175 liters per second. പൈപ്പിലെ ഡിസ്ചാർജ് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. Q എന്ന് പറയുന്നത് 175 liters per second ആണ്. ഓക്കെ, ഇത് ഫ്ലോ ചെയ്യുന്ന ആ ഒരു ഡിസ്ചാർജ് 175 liters per second ആണ്. ഫൈൻഡ് ഔട്ട് ദി പ്രഷർ ഡിഫറൻസ് ബിറ്റ്വീൻ ദി 2 സെക്ഷൻ. ഓക്കെ, അപ്പോൾ ഈ ഒരു ഫസ്റ്റ് സെക്ഷൻ 1ഉം സെക്കൻഡ് സെക്ഷൻ 2 ആയിട്ട് എടുക്കുകയാണെങ്കിൽ ആ ഒരു രണ്ട് സെക്ഷൻ തമ്മിലുള്ള ആ ഒരു ഡിഫറൻസ് P1 മൈനസ് P2 ഫൈൻഡ് ഔട്ട് ചെയ്യാനാണ് സെക്കൻഡ് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് സെക്ഷൻ എടുക്കുമ്പോൾ ഈ സെക്ഷനിലെ വെലോസിറ്റി V1 ആണ്, ദെൻ അവിടുത്തെ പ്രഷർ വരുന്നത് P1 ആണ്, ദെൻ അവിടുത്തെ ഏരിയ വരുന്നത്
A1 ആണ്. ഓക്കെ, അപ്പോൾ അതിൽ ഏരിയ A1 വരുന്നത് 0.15 മീറ്റർ ആണ് ഡയ എന്ന് തന്നു. സോ 5/4 ഇൻറ്റു ഡി സ്ക്വയർ ചെയ്യുമ്പോൾ 0.15 സ്ക്വയർ ചെയ്യുമ്പോൾ നമുക്ക് ഫസ്റ്റ് സെക്ഷനിലെ ഏരിയ കിട്ടും. ദെൻ സെക്കൻഡ് സെക്ഷനിലെ ഏരിയ എന്ന് പറയുന്നത് A2 is equal to 5/4 ഇൻറ്റു 0.3 സ്ക്വയർ. ഓക്കെ, ഫസ്റ്റ് സെക്ഷനിലെ ഏരിയ എന്ന് പറയുന്നത് 0.0176 മീറ്റർ സ്ക്വയർ ആണ്. സെക്കൻഡ് സെക്ഷനിലെ ഏരിയ വരുന്നത് 0.0707 മീറ്റർ സ്ക്വയർ ആണ്. ഓക്കെ, ക്വസ്റ്റ്യനിൽ നമുക്ക് ഒരു ഇതും കൂടെ ഹിൻറ്റും കൂടെ തന്നിട്ടുള്ളത് 175 ലിറ്റേഴ്സ് പെർ സെക്കൻഡ് ആണെന്നാണ്. ഓക്കെ, അതിനെ മീറ്റർ ക്യൂബ് പെർ സെക്കൻഡ് ആക്കുമ്പോൾ 0.175 മീറ്റർ ക്യൂബ് പെർ സെക്കൻഡ് അതാണ് ഡിസ്ചാർജ് വരുന്നത്. ഓക്കെ, ഇനി ലോസ് ഓഫ് ഹെഡ് ഡ്യൂ ടു സഡൻ എക്സ്പാൻഷൻ. സഡൻ എക്സ്പാൻഷൻ കാരണം വരുന്ന ലോസ് ഓഫ് ഹെഡ് H is equal to V1 minus V2 ഹോൾ സ്ക്വയർ ബൈ 2G ആണ്. ഓക്കെ, ഇപ്പോൾ ഇതിൽ V1 എന്ന് പറയുന്നത് V1 is equal to ഡിസ്ചാർജ് ബൈ ഏരിയ. Q is equal to ഏരിയ ഇൻറ്റു വെലോസിറ്റി ആണെന്ന് നമുക്കറിയാം. ഓക്കെ, അപ്പോൾ അതിൽ വെലോസിറ്റി ഈസ് ഈക്വൽ ടു Q ഡിവൈഡഡ് ബൈ ഏരിയ. ഓക്കെ, Q ഡിവൈഡഡ് ബൈ ഏരിയ ചെയ്യുമ്പോൾ Q 0.175 മീറ്റർ ക്യൂബ് പെർ സെക്കൻഡ്. ഓക്കെ, 175 മീറ്റർ ക്യൂബ് പെർ സെക്കൻഡ് ഡിവൈഡഡ് ബൈ A1 ഡിവൈഡഡ് ബൈ ഏരിയ ചെയ്യുമ്പോൾ A1 നമുക്ക് കിട്ടിയത് 0.0176. അത് ചെയ്യുമ്പോൾ നമുക്ക് V1 കിട്ടും. ദെൻ V2 കിട്ടാൻ വേണ്ടിയിട്ട് Q ഡിവൈഡഡ് ബൈ A2 ചെയ്യാം. Q 0.175 ആണ് ഡിവൈഡഡ് ബൈ A2 എന്ന് പറയുന്നത് 0.00707. ഓക്കെ, അപ്പോൾ അത് ചെയ്യുമ്പോൾ ആദ്യം V1 കിട്ടും. V1ൻ്റെ വാല്യൂ വരുന്നത് 9.943 മീറ്റർ ക്യൂബ് പെർ സെക്കൻഡ്. ദെൻ V2ൻ്റെ വാല്യൂ വരുന്നത് 2.475 മീറ്റർ ക്യൂബ് പെർ സെക്കൻഡ്. ഓക്കെ, അപ്പോൾ V1ഉം V2ൻ്റെയും വാല്യൂ നമുക്ക് കിട്ടി. ഓക്കെ, ഇനി അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് H1 കിട്ടും. ഓക്കെ, അപ്പോൾ അതിൽ H ഹെഡ് ലോസ് ഇസ് ഈക്വൽ ടു V1 മൈനസ് ഹെഡ് ലോസിൻ്റെ ഇക്വേഷൻ വരുന്നത് V1 മൈനസ് V2 ഹോൾ സ്ക്വയർ ബൈ 2G ആണ്. ഓക്കെ, അപ്പോൾ അതിൽ V1 എന്ന് പറയുന്നത് 9.943 ആണ്. V2 എന്ന് പറയുന്നത് 2.475 ആണ്. അപ്പോൾ 9.943 മൈനസ് V2 2.475 ഹോൾ സ്ക്വയർ ഡിവൈഡഡ് ബൈ 2 ഇൻറ്റു 9.81. ഓക്കെ, അപ്പോൾ അത് ചെയ്യുമ്പോൾ നമുക്ക് ഹെഡ് ലോസ് ഡ്യൂ ടു സഡൻ എക്സ്പാൻഷൻ്റെ ആൻസർ കിട്ടും. ഓക്കെ, 2.842 മീറ്റർ ആണ് ഹെഡ് ലോസ് ഡ്യൂ ടു സഡൻ എക്സ്പാൻഷൻ. ഓക്കെ, സഡൻ എക്സ്പാൻഷൻ കാരണം വരുന്ന ഹെഡ് ലോസ് ആണ് 2.842 മീറ്റർ. ഇനി നമുക്ക് കണ്ടുപിടിക്കാനുള്ളത് സെക്കൻഡായിട്ട് നമുക്ക് കണ്ടുപിടിക്കാനുള്ളത് ഫൈൻഡ് ദ പ്രഷർ ഡിഫറൻസ് ബിറ്റ്വീൻ 2 സെക്ഷൻസ്. ഈ ഫസ്റ്റ് സെക്ഷനിലെ പ്രഷർ P1ഉം സെക്കൻഡ് സെക്ഷനിലെ പ്രഷർ P2 ആണെങ്കിൽ ആ ഒരു പ്രഷർ ഡിഫറൻസ് എന്ന് പറയുന്നത് P1 മൈനസ് P2 അത് ഫൈൻഡ് ഔട്ട് ചെയ്യാനാണ് അടുത്തത് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ അതിന് നമ്മൾ ആദ്യം ബെർണോളിസ് ഇക്വേഷൻ കൺസിഡർ ചെയ്യാണ്. ബെർണോളിസ് ഇക്വേഷൻ P1 ബൈ റോ G പ്ലസ് V1 സ്ക്വയർ ബൈ 2G പ്ലസ് Z1 പ്രഷർ ഹെഡ് പ്ലസ് വെലോസിറ്റി ഹെഡ് പ്ലസ് ഡാറ്റം ഹെഡ് ഇസ് ഈക്വൽ ടു സെക്കൻഡ് സെക്ഷനിലെ പ്രഷർ ഹെഡ് പ്ലസ് വെലോസിറ്റി ഹെഡ് പ്ലസ് ഡാറ്റം ഹെഡ് പ്ലസ് ഹെഡ് ലോസ്. ഓക്കെ, അപ്പോൾ അതിലെ ഹെഡ് ലോസ് ആണ് നമ്മളിപ്പോൾ ഫൈൻഡ് ഔട്ട് ചെയ്ത 2.842. ഓക്കെ, അപ്പോൾ P1 ബൈ റോ G പ്ലസ് V1 സ്ക്വയർ ബൈ 2G പ്ലസ് Z1 ഈസ് ഈക്വൽ ടു P2 ബൈ റോ G പ്ലസ് V2 സ്ക്വയർ ബൈ 2G പ്ലസ് Z2 പ്ലസ് HL. ഓക്കെ, അതിൽ പിയുടെ ടേംസ് രണ്ടും ഒരു സൈഡിലേക്ക് കൊണ്ടുവരാം. അപ്പോൾ ദെൻ P1 മൈനസ് P2 ബൈ റോ G ഈസ് ഈക്വൽ ടു V2 സ്ക്വയർ ബൈ 2G മൈനസ് V1 സ്ക്വയർ ബൈ 2G പ്ലസ് Z2 മൈനസ് Z1 പ്ലസ് HL. ഇതിൽ Z2 മൈനസ് Z1 എന്നുള്ളത് 1 ആയിട്ട് പോകും. അതായത് ഇത് ഹൊറിസോണ്ടലാണ് പ്ലേസ് ചെയ്തിരിക്കുന്നത്. സോ ഡാറ്റം ഹെഡ് 0 ആയിട്ടാണ് പോകുക. അതായത് Z1ഉം ഫസ്റ്റ് സെക്ഷനും സെക്കൻഡ് സെക്ഷനും തമ്മിലുള്ള ആ ഒരു
ഡാറ്റം ഡിഫറൻസ് വരുന്നില്ല. സോ Z1 മൈനസ് Z2 അത് 0 ആയിട്ട് പോകും. അപ്പോൾ ഈ ഒരു ടേം ഉണ്ടായിരിക്കില്ല. ഓക്കെ, അപ്പോൾ പ്ലസ് HL ആയിരിക്കും ലാസ്റ്റ് വരുന്ന ടേം. ഓക്കെ, അപ്പോൾ അതിൽ P1 മൈനസ് P2 ബൈ റോ ജി ഈസ് ഈക്വൽ ടു V2 സ്ക്വയർ. ഓക്കെ, അപ്പോൾ V2 സ്ക്വയർ നമ്മൾ ആദ്യം ഫൈൻഡ് ഔട്ട് ചെയ്തിട്ടുണ്ട് 2.475. ഓക്കെ, അതിൽ ചെറിയൊരു വേരിയേഷൻ വന്നിട്ടുണ്ട്. P2 മൈനസ് P1 ആയിരുന്നു നമ്മൾ ഫൈൻഡ് ഔട്ട് ചെയ്യേണ്ടത്. ഓക്കെ, P2 മൈനസ് P1 ആണ് ഫൈൻഡ് ഔട്ട് ചെയ്യുന്നത്. സോ P2 മൈനസ് P1 ബൈ റോ ജി ഈസ് ഈക്വൽ ടു എല്ലാ ടേമിനെയും ലെഫ്റ്റ് സൈഡിലേക്ക് കൊണ്ടുവരുമ്പോൾ V1 മൈനസ് V2 ബൈ 2G, Z1 മൈനസ് Z2 0 ആയി പോയി, പ്ലസ് H. ഓക്കെ, അപ്പോൾ അതിൽ P2 മൈനസ് P1 ബൈ റോ ജി ഈസ് ഈക്വൽ ടു V1 സ്ക്വയർ. V1 എന്ന് പറയുന്നത് 9.943 ആണ്. ഓക്കെ, ഇപ്പോൾ 9.943 സ്ക്വയർ മൈനസ് 2.475 സ്ക്വയർ ഡിവൈഡഡ് ബൈ 2 ഇൻറ്റു G 9.81 ആണ്, പ്ലസ് ഹെഡ് ലോസ് ഇപ്പോൾ ഫൈൻഡ് ഔട്ട് ചെയ്തത് 2.842 പ്ലസ് 2.842. ഓക്കെ, അപ്പോൾ അത് ചെയ്യുമ്പോൾ നമുക്ക് P2 മൈനസ് P1 ബൈ റോ ജിയുടെ ആൻസർ വരും. P2 മൈനസ് P1ൻ്റെ ആൻസർ വരുന്നത് 5.039 മൈനസ് 3.154 ആണ്. ഓക്കെ, അപ്പോൾ P2 മൈനസ് P1 ചെയ്യുമ്പോൾ ലാസ്റ്റ് ആൻസർ വരാം. ഓക്കെ, ഇൻറ്റു ഓക്കെ P2 മൈനസ് P1 ചെയ്യുമ്പോൾ ഇൻറ്റു റോ ജീനെ നമ്മൾ റൈറ്റ് സൈഡിലേക്ക് കൊണ്ടുപോകണം. ഓക്കെ, അപ്പോൾ ആൻസർ വരിക 1.885. ഇത് മൊത്തം ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന ആൻസറാണ് 1.885 ഇൻറ്റു റോ എന്ന് പറയുന്നത് 1000 ഇൻറ്റു G 9.81. ഈ റോ ജീനെ റൈറ്റ് സൈഡിലേക്ക് കൊണ്ടുപോകുമ്പോൾ വന്നതാണ് 1000 ഇൻറ്റു 9.81. ഓക്കെ, അപ്പോൾ അത് ചെയ്യുമ്പോൾ P2 മൈനസ് P1ൻ്റെ ആൻസർ കിട്ടും. P2 മൈനസ് P1 എന്ന് പറയുന്നത് 18,491.85 പാസ്കലാണ്. ഓക്കെ, കിലോ പാസ്കലിലേക്ക് കൺവേർട്ട് ചെയ്യുമ്പോൾ 18.491 കിലോ പാസ്കൽ ആയിരിക്കും ആൻസർ വരാം. ഓക്കെ, അപ്പോൾ നമുക്ക് ഈ ക്വസ്റ്റ്യനിൽ ആദ്യം തന്നെ ഫൈൻഡ് ഔട്ട് ചെയ്യാനുള്ളത് ഹെഡ് ലോസ് ഡ്യൂ ടു സഡൻ എക്സ്പാൻഷൻ ആണ്. അപ്പോൾ അതിന് യൂസ് ചെയ്യുന്ന ഇക്വേഷനാണ് V1 മൈനസ് V2 ഹോൾ സ്ക്വയർ ബൈ 2G. ഓക്കെ, അപ്പോൾ ആ ഒരു ഇക്വേഷൻ യൂസ് ചെയ്ത് നമുക്ക് ഹെഡ് ലോസ് ഡ്യൂ ടു സഡൻ എക്സ്പാൻഷൻ്റെ ആൻസർ കിട്ടും. ഓക്കെ, അപ്പോൾ അതിനാദ്യം തന്നെ V1 ഫൈൻഡ് ഔട്ട് ചെയ്യണം. V1 ഫൈൻഡ് ഔട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ക്വസ്റ്റ്യനിലാകെ തന്നിരിക്കുന്നത് ഈ ഒരു പോർഷനിലെ ഡയും ഈ ഒരു പോർഷനിലെ ഡയും ആണ് നമുക്ക് ക്വസ്റ്റ്യൻ തന്നിരിക്കുന്നത്. അപ്പോൾ ആ ഡയ യൂസ് ചെയ്ത് ഏരിയ ആദ്യം ഫൈൻഡ് ഔട്ട് ചെയ്യണം. ദെൻ ക്വസ്റ്റ്യനിൽ നമുക്ക് ഇതിലൂടെയുള്ള ഫ്ലോ ഡിസ്ചാർജ് തന്നിട്ടുണ്ട്, Q തന്നിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ആ Q യൂസ് ചെയ്തിട്ട് വെലോസിറ്റി നമുക്ക് ഫൈൻഡ് ഔട്ട് ചെയ്യാം. അപ്പോൾ ഫസ്റ്റ് സെക്ഷനിലെ വെലോസിറ്റി V1 എന്ന് പറയുമ്പോൾ Q ഡിവൈഡഡ് ബൈ ഏരിയ ഓഫ് ദി ഫസ്റ്റ് സെക്ഷൻ, Q ഡിവൈഡഡ് ബൈ A1 ചെയ്യുമ്പോൾ നമുക്ക് V1 കിട്ടും. ദെൻ സെക്കൻഡ് സെക്ഷനിൽ Q ഡിവൈഡഡ് ബൈ അവിടുത്തെ ഏരിയ ചെയ്യുമ്പോൾ നമുക്ക് സെക്കൻഡ് സെക്ഷനിലെ വെലോസിറ്റി കിട്ടും. ഓക്കെ, അപ്പോൾ V1ഉം V2ഉം നമ്മൾ ഫൈൻഡ് ഔട്ട് ചെയ്തു. ദെൻ നമുക്ക് സ്ട്രെയിറ്റ് ആയിട്ട് ഇതിൽ ഈ ഒരു ഇക്വേഷനിൽ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ Hൻ്റെ, അതായത് ഹെഡ് ലോസ് ഡ്യൂ ടു സഡൻ എക്സ്പാൻഷൻ, അപ്പോൾ HE എന്ന് പറയാം. ഓക്കെ, അപ്പോൾ ഹെഡ് ലോസ് ഡ്യൂ ടു സഡൻ എക്സ്പാൻഷൻ നമുക്ക് ഫൈൻഡ് ഔട്ട് ചെയ്യാം. ഓക്കെ, ഹെഡ് ലോസ് ഡ്യൂ ടു സഡൻ എക്സ്പാൻഷൻ ഫൈൻഡ് ഔട്ട് ചെയ്ത് കഴിഞ്ഞാൽ നെക്സ്റ്റ് നമ്മളിത് ചോദിച്ചിരിക്കുന്നത് പ്രഷർ ഡിഫറൻസ് ആണ്. ഓക്കെ, ഫൈൻഡ് ഔട്ട് ദി പ്രഷർ ഡിഫറൻസ് ബിറ്റ്വീൻ 2 സെക്ഷൻസ് ആണ് നെക്സ്റ്റ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ബെർണോളിസ് ഇക്വേഷൻ എടുക്കാം. ബെർണോളിസ് ഇക്വേഷനിൽ Z2 മൈനസ് Z1 ഡാറ്റം ഹെഡ് അവിടെ ഹൊറിസോണ്ടൽ പൈപ്പ് ആയതുകൊണ്ട് ഡാറ്റം ഹെഡ് 0 ആയിട്ട് പോകും. ഓക്കെ, അപ്പോൾ അതിൽ ചേഞ്ച് ഇൻ ഡിഫറൻസ് ഇൻ ഡാറ്റം ഹെഡ് 0 ആയിരിക്കും. അപ്പോൾ റിമൈനിങ് ടേംസ് യൂസ് ചെയ്തിട്ട് P2 മൈനസ് P1 ഫൈൻഡ് ഔട്ട് ചെയ്യാം. ഓക്കെ, അപ്പോൾ P2 മൈനസ് P1ൻ്റെ ആൻസർ വരാം 18.491 കിലോ പാസ്കലാണ്. ഓക്കെ, അപ്പോൾ തേർഡ് മൊഡ്യൂളിലെ എല്ലാ ക്വസ്റ്റ്യനും നമ്മൾ സോൾവ് ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ ഇനി അടുത്ത സെഷനിൽ 4th മൊഡ്യൂളിലെ ക്വസ്റ്റ്യൻസ് ആയിട്ട് നമുക്ക് കാണാം. താങ്ക് യു.